നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. എൻ്റെ സീരിയലുകളിലൂടെ ഞാൻ ഒരുപാട് ആളുകളെ അവസരങ്ങൾ കൊടുത്ത് അഭിനയിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പേരെ, പ്രത്യേകിച്ച് നാടകരംഗത്തുനിന്ന് വന്ന. അങ്ങനെ ഞാൻ അഭിനയിപ്പിച്ചവരിൽ ഒരാളാണ് നെയ്യാറ്റിൻകര സ്കൂളിലെ നല്ല അധ്യാപകനായിരുന്ന നെയ്യാറ്റിൻകര കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ സാർ. ഞാൻ അദ്ദേഹം വിളിച്ചിട്ട് നെയ്യാറ്റിൻകര സ്കൂളിൽ ഒരുപാട് പരിപാടികൾക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയും എൻ്റെയും കുടുംബപരമായ കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിട്ടുണ്ട്. നല്ല ബന്ധമാണ് കൃഷ്ണൻ നായർ സാറുമായിട്ട്. ഒരിക്കലും ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഒരു ഫിലിം ക്യാനുമായിട്ട് ഒരു ഭിക്ഷക്കാരൻ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നു. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. കൃഷ്ണൻ നായർ സാറാണ് നടക്കുന്നത്. കറുത്ത് കരുവാളിച്ച് ഒരു ഫിലിം ക്യാനുമായിട്ട് വട്ടനായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു. പിന്നെയാണ് ഞാൻ അറിയുന്നത് അതൊരു ഡോക്യുമെൻ്ററി ടെലിഫിലിമായിരുന്നു. സിനിമയെടുത്ത് എല്ലാം നശിച്ചു പോയ ഒരു നിർമ്മാതാവിൻ്റെ കഥ അതിൽ നായകനായിട്ട് അഭിനയിക്കായിരുന്നു അദ്ദേഹം. ഞാൻ ഭയങ്കരമായിട്ട് അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അഭിനന്ദിച്ചു. അത്രയും ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു അദ്ദേഹം. എൻ്റെ മുമ്പ് കൂടെ പോയിട്ട് എന്നെ അറിയില്ല പുള്ളിക്ക്, അങ്ങനെയൊക്കെ കാണിച്ചു പുള്ളി. എന്നെ ഇന്നലെ രാത്രി വൈകി ഒരു 11-12 മണിയാവും. കൃഷ്ണൻ നായർ സാർ എന്നെ വിളിച്ചു. എന്നിട്ട് എന്ത് സാറേ എന്നിട്ടു. അപ്പോൾ ഞങ്ങൾ മെനങ്ങാന്ന് മോഹൻ കുപ്ലേരിയുടെ മകൻ്റെ വിവാഹത്തിന് സുബ്രഹ്മണ്യ ഹാളിൽ വെച്ച് കണ്ടിരുന്നു. ഇന്നലെ ഈ രാത്രി ഒരുപാട് വൈകി അദ്ദേഹം വിളിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു അതിശയം തോന്നി. എന്ത് സാറേ എന്ന് കേട്ടപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, സാറേ കരയുന്നില്ല എന്നേ ഉള്ളൂ ഫോണിലൂടെ. സാറേ ഞാനേ മെരിലാൻഡ് കാർത്തിക സാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വിജി തമ്പി സംവിധാനം ചെയ്യുന്ന ഒരു സീരിയലിലേക്ക് എൻ്റെ 29, 30, 31 അങ്ങനെ എന്തോ ഒരു ഡേറ്റ്, അതോ 30, 31, 1 അങ്ങനെ എന്തോ 3 ദിവസത്തേക്ക് എന്നെ ബ്ലോക്ക് ചെയ്തു സാറേ. അങ്ങനെ ഇതിൽ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ എനിക്ക് 30-ാം തീയതി ഒരു സിനിമയിൽ അഭിനയിക്കാനൊരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് 3 ദിവസവും മെർലാൻഡിൻ്റെ സീരിയലായതുകൊണ്ടും വിജി തമ്പി സംവിധാനം ചെയ്യുന്നൊരു ഭക്തി സീരിയലായതുകൊണ്ടും ഞാൻ ആ ഒരു ദിവസം വർക്ക് അങ്ങ് ഉപേക്ഷിച്ചു. ഞാൻ അവരുടെ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് വേറൊരു വർക്കുണ്ട്, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങി. 29-ാം തീയതി പാതിരാത്രിയായിട്ട് എന്നെ വിളിക്കുന്നില്ലല്ലോ ആരും, നാളെ എവിടെയാണ് ലൊക്കേഷൻ എന്ന് പറയുന്നില്ലല്ലോ എന്ന് തോന്നിയപ്പോൾ ഞാൻ അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ വിളിച്ചു. അപ്പോൾ ഈ കൃഷ്ണൻ നായർ സാർ നെയ്യാറ്റിൻകരക്കാരനാണ്. നെയ്യാറ്റിൻകര കൃഷ്ണൻ നായർ സാറിന് പരിചയമുള്ള നെയ്യാറ്റിൻകരയുള്ള ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഗിരീഷ് എന്നാണ് അയാളുടെ പേര്. അയാളാണ് എക്സിക്യൂട്ടീവ്. അയാളോട് വിളിച്ച് ചോദിച്ചു, അത് ഡേറ്റൊക്കെ മാറി, നാളെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഒരു സിനിമയും നശിപ്പിച്ചു, നിങ്ങൾ ആ ഡേറ്റ് മാറിയെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറയണ്ടായിരുന്നു എന്നിട്ടപ്പം വളരെ മോശമായ ഭാഷയിൽ എന്തോ തെറി വാക്കുകൾ ചേർത്ത് അയാൾ എന്തോ പറഞ്ഞു. അപ്പോൾ ഈ സീരിയലിലൊക്കെ വർക്ക് ചെയ്യുന്ന ഇത്തരം ടെക്നീഷ്യന്മാരെന്ന് പറയുന്നത് വൈകുന്നേരം വർക്ക് കഴിഞ്ഞാൽ വാട്ടീസൊക്കെ അടിച്ച്, കാരണം നല്ല പൈസകളല്ലേ, അപ്പോൾ എല്ലിൻ്റെ ഇടയിൽ കുത്തുമല്ലോ. വെള്ളമൊക്കെ അടിച്ച് കോണിയിരുന്നിരുന്നപ്പോൾ ആയിരിക്കും ഇദ്ദേഹം വിളിച്ചത്. നെയ്യാറ്റിൻകര കൃഷ്ണൻ നായർ അല്ലെങ്കിൽ റിട്ടയറായ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ മാന്യനായി ആളുകളോട് പെരുമാറുന്ന മനുഷ്യൻ, ഒരു മാതൃകാ അധ്യാപകൻ, ഇതൊന്നും ആരും ചിന്തിക്കില്ലല്ലോ. ഒരു വലിയ ഇത്രയുള്ള ഒരു ഫോണും പോക്കറ്റിൽ ഇട്ട് പിന്നെ ഒരു 10-250 പെമ്പിള്ളേരെ ഫോൺ നമ്പറും കൊണ്ട് നടക്കണവന്മാരല്ല ഇപ്പം കൺട്രോളർമാരാണല്ലോ. അങ്ങനെയുള്ള ഒരുത്തനായിരിക്കണം അവൻ. അച്ഛൻ്റെ പ്രായമുള്ള മനുഷ്യനെ കയറി താരും മറ്റോ മറിച്ചതെന്ന് പറഞ്ഞ് ഒരുപാട് പറഞ്ഞു. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ആ സീരിയലിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ വിളിക്കുന്നു, ഒരു ഉണ്ണി. ഏത് ചുണ്ണിയാണ്? വിജി തമ്പിയൊക്കെ ഇത് അറിയണം, കാർത്തികൻ സാറും അറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉണ്ണി എന്ന് പറഞ്ഞവൻ വിളിച്ചിട്ട് കൃഷ്ണൻ നായർ സാറിനെ തലങ്ങും വിലങ്ങും ചീത്ത വിളിച്ച് കണ്ണപ്പൊടിച്ച് കളഞ്ഞു. അപ്പോൾ അദ്ദേഹം വളരെ ഇമോഷണലായിട്ട് എൻ്റെ സംസാരിച്ചു, സാറേ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഫെഫ്കയിലില്ല, ടെലിവിഷൻ പറ്റേണ്ടിയില്ല, എല്ലാത്തിൽ നിന്ന് രാജിവെച്ചിട്ട് മനസമാധാനത്തോടെ ജീവിക്കുകയാണ് സാർ. ഞാനുണ്ടായിരുന്നെങ്കിൽ ടെലിവിഷൻ പറ്റേണ്ടിയിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ കല്ലും നെല്ലും തിരിച്ചേനെ. കാർത്തിക സാർ ഉറങ്ങുകയാണെങ്കിൽ ഒളിച്ചുണർത്തി നാളെ മുതൽ അവന്മാരെ 2 ആ സെറ്റിൽ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ സാർ കേൾക്കും. എനിക്ക് അത്രയും ഫ്രീഡമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അയാൾ പറഞ്ഞു എന്നിട്ട്? സാറേ ഈ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ണി എന്ന് പറഞ്ഞവൻ പറയുന്നത് ഇൻഡസ്ട്രിയിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. അത് ഗിരീഷാണ് പറഞ്ഞത്, ഇൻഡസ്ട്രിയിൽ നിന്ന് നിങ്ങളെ ബ്ലോക്ക് ചെയ്യും, അത്രേ അവൻ പറഞ്ഞുള്ളൂ. പിന്നെ എന്തോ കുഞ്ഞു തെറികളും. പക്ഷേ മറ്റവൻ പറഞ്ഞത് ഭയങ്കര രസമായി. ഉണ്ണി എന്ന് പറഞ്ഞ അസോസിയേറ്റ് ഡയറക്ടർ അവസരത്തിനായി കയ്യും കാലും പിടിച്ച് നടക്കുന്നവൻ എന്നാണ് കൃഷ്ണൻ നായർ സാറിനെ വിളിച്ചത്. ഔദാര്യം കൊണ്ട് അവസരം തന്നാൽ ഒരു ഷോട്ട് പോലും നേരെ ചൊവ്വേ ചെയ്യാൻ അറിയാത്തവനല്ലോ ഓത്താൻ. ഒരു മാതൃകാ അധ്യാപകനോട് ചോദിക്കുകയാണ്.
ലൊക്കേഷനിൽ നിരന്തരം പ്രശ്നം ഉണ്ടാക്കുന്നവനല്ലടാ താൻ. ആലോചിച്ച് നോക്കൂ. ഒരു വയസ്സായ അന്ത്യവയോധികനായ ഒരു മനുഷ്യനോട് ചോദിക്കുക. അദ്ദേഹം കരയുന്ന വക്കിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, സാറൊരു കാര്യം ചെയ്യൂ, സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് നാളെ രാവിലെ കാർത്തിക് സാറിനെ വിളിച്ച് സംസാരിക്കൂ. അത് കാർത്തിക് സാറിൻ്റെ നമ്പറില്ല സാറിൻ്റെ. ഞാൻ തരാം, കാർത്തിക് സാറിൻ്റെ നമ്പർ ഞാൻ തരാം, താങ്കൾ വിളിച്ച് സംസാരിക്കൂ. സംസാരിക്കുമ്പോൾ ഞാൻ ശാന്തിവിള ദിനേശിൻ്റെ നിന്നാണ് ഫോൺ നമ്പർ വാങ്ങിയെന്നും കൂടെ പറഞ്ഞേക്ക്. കാരണം ഞാനും കാർത്തിക് സാറും ഒക്കെ വർഷങ്ങളോളം മലയാളം ടെലിവിഷൻ ഫെറ്റേണിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായിരുന്നതാണ്. ഞങ്ങൾ ഗീവ് ആൻഡ് ടേക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന എനിക്ക് വളരെ ബഹുമാനമുള്ള, എൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കാര്യങ്ങൾക്കും സഹകരിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, കാർത്തിക് സാറിൻ്റെ പറയൂ, ദിനേശാണ് നമ്പർ തന്നത്, എന്നോടിങ്ങനെ വളരെ മോശമായി സംസാരിച്ചു എന്ന് പറയാൻ. രാവിലെ ആയപ്പോൾ വീണ്ടും കൃഷ്ണൻ നായർ സാർ വിളിച്ചു. കൃഷ്ണൻ നായർ സാർ പറഞ്ഞു, ഞാൻ കാർത്തിക് സാറിനെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ കാർത്തിക് സാറും പറഞ്ഞ ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, വെള്ളം അടിച്ചിട്ടൊക്കെ ആയിരിക്കുന്ന വിവരം കെട്ടവന്മാർ സംസാരിച്ചത്, ഞാൻ വിളിച്ച് അന്വേഷിക്കാം എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അദ്ദേഹം വിളിച്ച് അന്വേഷിച്ചിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം മെർലാൻഡ് കുടുംബമല്ലേ, മെർലാൻഡ് കുടുംബത്തിലൊന്നും എന്താ പറയുക, അച്ചടക്കമില്ലാത്തവന്മാരെ വച്ച് പൊറപ്പിക്കുന്നിടമല്ല. പക്ഷേ ഇപ്പോൾ ഈ സീരിയൽ രംഗമൊക്കെ ആയപ്പോൾ കാർത്തിക് സാറൊക്കെ അങ്ങ് കണ്ണടയ്ക്കുന്നതായിരിക്കാം. എന്തായാലും സാറ് വിളിച്ചെന്തോ സംസാരിച്ചു. കാരണം ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഗിരീഷ് എന്ന് പറഞ്ഞ മഹാൻ, ആ സാറ് കൃഷ്ണൻ നായർ സാറിനെ വിളിച്ചിരുന്നു. നിങ്ങളതിൻ്റെ ആ ഫോൺ സംഭാഷണം അല്ലെങ്കിൽ അയാൾ വിളിച്ച് ക്ഷമ പറയുന്നത് കേട്ടു നോക്കും. അപ്പം തെറി വിളിച്ചു എന്നുള്ള കാര്യം ഉറപ്പാവും, നിങ്ങൾ കേട്ടു നോക്കൂ. സാറേ ഞാൻ പറയണ കേൾക്കണം സാറേ. എന്നെ ഒരിക്കലത്തേക്ക് ക്ഷമിച്ചേ പറ്റുള്ളൂ. മാപ്പ് 1000 വട്ടം മാപ്പ്. ഞാൻ എപ്പോഴെങ്കിലും സാറിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ കാല് പിടിച്ച് മാപ്പ് പറയും. അതിൽ വേറെ ഒരു മാറ്റമില്ല. ഞാൻ പറയാൻ പാടില്ലാത്ത പറഞ്ഞെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കാരണം ഞാൻ ഈ കൺട്രോളായിരുന്നിട്ട് എന്തിനെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്നങ്ങ് വയലൻ്റായി പോയതാണ്. അല്ലാതെ ഞാൻ ഒരിക്കലും സാറിനെ തെറി വിളിക്കണമെന്നോ ചീത്ത വിളിക്കണമെന്നോ ഒന്നും വന്നതല്ല. ഞാൻ ചീത്ത വിളിച്ചതുപോലും എനിക്ക് ഓർമ്മയില്ല. എന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും സാറിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറെ ക്ഷമിക്കണം സാറേ. സാറിൻ്റെ ഒരു സഹോദരനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ സാറിൻ്റെ ഒരു സ്റ്റുഡൻ്റായിട്ടോ എന്തെങ്കിലും കണ്ട് സാറ് ക്ഷമിക്കണം. മാപ്പെന്ന് പറഞ്ഞാൽ 1000 അല്ല, 1,000,000 മാപ്പ് വേണമെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ്. സാർ എന്നോട് ക്ഷമിച്ചേ പറ്റുള്ളൂ. സാർ എൻ്റെ ഫോൺ എടുക്കണില്ല. എന്നാലും ഇന്ന് ഞാൻ എവിടെയെങ്കിലും വന്നെങ്കിലും സാറിനെ കാണണമെന്ന് പറഞ്ഞിരുന്നതാണ് സാറേ. ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ്. സാർ എൻ്റെ കൂടെ ക്ഷമിക്കണം. ഞാൻ ഇന്ന് വരെയും സാറിൻ്റെ കൂടെ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. അറിയാമല്ലോ സാറിന്, നമ്മൾ തമാശയെ പറയാറുള്ളൂ, ഇന്ന് വരെ ചിരിച്ചല്ലാതെ ഞാൻ സാറിൻ്റെ കൂടെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്ത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എൻ്റെ സമയദോഷമായിരിക്കാം, അതാണ് എനിക്ക് സംഭവിച്ചതെന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ എല്ലാ കാര്യത്തിലും ഞാൻ ഇത് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തിനാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് സാറെ ക്ഷമിക്കണം. ഒരിക്കലത് ക്ഷമിച്ചേ പറ്റുള്ളൂ സാറ്. എന്തിനെന്ന് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സാറേ. അതുകൊണ്ട് പ്ലീസ് സാറേ എന്നെ ശപിക്കല്ല് സാറേ. ഒരിക്കലും സാറ് ശപിക്കല്ല. എനിക്ക് അറിയാതെ പറ്റിയ ഒരു സംഭവമാണത്. അതുകൊണ്ട് മാപ്പാക്കണം സാറേ, ക്ഷമിക്കണം. ഓക്കെ സാറേ, ശരി സാറേ. എന്നെ തിരിച്ച് വിളിക്കണേ സാറേ, വിളിക്കാതെ ഇരിക്കല്ല് കേട്ടാ സാറേ. ഓക്കെ, കേട്ടല്ലോ. അപ്പോൾ എനിക്ക് സംശയം, ഇത് ടെലിവിഷൻ ഫ്രറ്റേണിറ്റിയിലാണോ അംഗത്വം അതോ ഫെഫ്കയുടെ TV സംഘടനയിലാണോ അംഗത്വം എന്ന് എനിക്കറിഞ്ഞില്ല. മിക്കവാറും ഫെഫ്കയുടെ അംഗത്വം കിട്ടിക്കാണും. അപ്പോൾ വിചാരിച്ചു കാണും നമ്മൾ സർവ്വജ്ഞാന പീഠം കയറിയെന്ന്, ആരെയും എന്തും വിളിക്കാം, ഞങ്ങൾക്ക് B ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ എന്നൊക്കെയുള്ളൊരു ധൈര്യത്തിലായിരിക്കും ചിലപ്പോൾ. എന്തായാലും ഞാൻ B ഉണ്ണികൃഷ്ണനോടായാലും ശരി, അല്ലെങ്കിൽ സീരിയലിൻ്റെ സംഘടനയുടെ ഫെഫ്കയുടെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന സുരേഷ് ഉണ്ണിത്തോനോടായാലും ശരി, GS വിജയനോടായാലും ശരി, അല്ലെങ്കിൽ സതീഷിനോടായാലും ഞാൻ പറയുന്നു, സതീഷേ അല്ലെങ്കിൽ ഉണ്ണിത്തൻ ചേട്ടാ, ഈ കേട്ട ഓഡിയോ നിങ്ങൾ കേട്ടല്ലോ. ഈ ഗിരീഷിനോടും ഈ പറയുന്ന അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറയുന്ന ചുണ്ണിയോടും നിങ്ങൾ വിശദീകരണം കേൾക്കണം. തൃപ്തികരമല്ല എങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ ഈ വന്ധ്യവയോധികനായ അധ്യാപകനോട് കാണിച്ചത് തെമ്മാടിത്തരമായു എന്ന് പറഞ്ഞ് പരസ്യമായി അവന്മാരെ കൊണ്ട് മാപ്പ് പറയിക്കണം. അതുപോലെ കാർത്തിക് സാറിനോട് ഞാൻ പറയുന്നത്, സാറേ വല്ലപ്പോഴുമാണ് ഇപ്പോൾ സാറ് സീരിയലൊക്കെ നിർമ്മിക്കുന്നത്, സാറിൻ്റെ വീട്ടിലാണ് സ്റ്റുഡിയോയും ഒക്കെ. അപ്പോൾ ഞാൻ പറയുന്നത്, സാറ് ഒരു സീരിയലൊക്കെ ചെയ്യുമ്പോൾ അതിൽ വയ്ക്കുന്ന ടെക്നീഷ്യന്മാരും അഭിനയിക്കുന്നവരും ഒക്കെ ഇത്തിരി മാന്യന്മാരായ ആൾക്കാരെ വയ്ക്കാൻ ശ്രമിക്കണം. വിജയ് തമ്പിയോട് പറയാനുള്ളത്, തമ്പിച്ചേട്ടാ, നിങ്ങൾ ഒരുപാട് ഭക്തിയുടെ കുറിയൊക്കെ അടിച്ച് നടക്കുന്ന മാന്യനായ മനുഷ്യനാണ്. മലയാള സിനിമയിൽ എന്താ പറയുക, മോശം ഇമേജുകളൊന്നും ഉണ്ടാക്കാത്ത സ്വഭാവശുദ്ധിയുള്ള ആളാണ് വിജയ് തമ്പി. ഞാൻ തമ്പിച്ചേട്ടനോട് പറയുന്നു, തമ്പിച്ചേട്ടാ, നിങ്ങളുടെ അസോസിയേറ്റ് ഒന്നും ഇതുപോലുള്ള അലവലാദികളെ വയ്ക്കരുത്.
നിങ്ങൾ മാന്യമായ ആളുകളെ വയ്ക്കണം. നിങ്ങൾക്ക് അങ്ങനെ ആരെയും പരിചയമില്ലെങ്കിൽ പറയൂ, ഞാൻ ആളെ തരാം. മാന്യമായി നിങ്ങളോട് അടക്കം പെരുമാറുന്ന ആളുകളെ തരാം. അല്ലാതെ ഷൂട്ടിംഗ് പാക്കപ്പ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ മൂക്കറ്റം വെള്ളം അടിക്കുന്നവന്മാരെയൊന്നും വിളിച്ച് വയ്ക്കരുത് സെറ്റിൽ. അത് നിങ്ങൾക്കാണ് നാണക്കേട്. കാരണം വിജയ് തമ്പിയുടെ അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ ആ മാന്യത കാണിക്കുന്നവന്മാരെ വേണം വയ്ക്കാൻ എന്നാണ് എനിക്ക് രണ്ടുപേരോടും പറയാനുള്ളത്, കാർത്തി സാറിനോടും വിജയ് തമ്പിയോടും. നമസ്കാരം. വളരെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു എപ്പിസോഡാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് കൗതുകങ്ങൾ തന്നിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ് സംഗീത ലക്ഷ്മൺ. IG ആയിരുന്ന ലക്ഷ്മണൻ സാറിൻ്റെ മകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ഒരു സമുദായത്തിൻ്റെ വക്താവ്, എന്തോ കേസിൻ്റെ പേരിൽ ജയിലിലൊക്കെ കിടക്കേണ്ടി വന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ മകളാണ്. അതുപോലെ തന്നെ അച്യുതാനന്ദൻ്റെ 3 പൂച്ചകൾ മല കയറിയല്ലോ, കൃത്രിമ പട്ടയമുള്ളതൊക്കെ ഇടിച്ചു തരത്താൽ. അതിലൊരാളായിരുന്ന IAS കാരനായ സുരേഷ് കുമാറിൻ്റെ മുൻ ഭാര്യയാണ് സംഗീത ലക്ഷ്മൺ. സംഗീത ലക്ഷ്മണനെ ഞാൻ ഒരുപാട് കാലമായി വാച്ച് ചെയ്യുന്ന ഒരാളാണ്. ഇൻ്റർവ്യൂകളായാലും ശരി, അവർ കുറിക്കുന്നതായാലും ശരി, കുറിക്കൊള്ളുന്ന വർത്തമാനം പറയുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിതാ ഇപ്പോൾ ആദ്യമായിട്ടൊരു കാര്യം പറയുന്നു. എനിക്കൊരുപാട് കേസുകളുണ്ടല്ലോ കൊച്ചു കൊച്ചു കോടതികളിൽ. ഇപ്പോൾ എന്നെ എറണാകുളത്തൊരു കേസിൽ ഒരു സംഘടനാ നേതാവിന് വേണ്ടി എനിക്ക് വർഷങ്ങളോളം പരിചയമുള്ള ഒരു വക്കീൽ എന്നെ കുരുക്കാനായിട്ട് ആ ഒരു കേസ് കൊടുത്തിട്ട്, മാനനഷ്ട കേസ് കൊടുത്തിട്ട്, അതിൻ്റെ ആദ്യത്തെ വിളിക്കും രണ്ടാമത്തെ വിളിയുടെയും പേപ്പർ കള്ള ഒപ്പിട്ടെന്തോ വാങ്ങിയിട്ട് എനിക്ക് അറിയിക്കാതെ ഇപ്പോൾ അത് എക്സ് പാർട്ടി വിധിയാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഈ സംഘടനാ നേതാവിനെ വിളിച്ച് കോടതിക്കകത്ത് കയറ്റി അയാൾ എന്നെപ്പറ്റി സ്ഥിരമായി ഈ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ ദിനേശ് എന്നെ തെറി പറയുന്നു എന്നൊക്കെ പറയിച്ച് എക്സ് പാർട്ടി വിധിയാക്കാൻ എന്തോ ശ്രമം നടക്കുന്നുണ്ട്. അത് ഞാൻ പൊളിക്കും. കാരണം എന്നെ കുരുക്കും, ദിനേശ് കുടുങ്ങും എന്നൊക്കെയാണ് ഈ വക്കീൽ പറഞ്ഞതെന്ന് എന്നോട് ഒരു സുഹൃത്തിനോട് പറഞ്ഞു. നമുക്ക് നോക്കാം. അല്ല, ഞാൻ പറയാൻ വന്നതല്ല, ഞാനൊരു തീരുമാനമെടുത്തു. എൻ്റെ പേരിലുള്ള കുറേ കേസുകളുണ്ടല്ലോ, ADGP സന്ധ്യ കൊടുത്തതടക്കം, സംവിധായകൻ കമൽ കൊടുത്തതടക്കം, ഇഷ്ടംപോലെ കേസുണ്ട്, ഡബ്ബിങ് ആർട്ടിസ്റ്റ് കൊടുത്തതടക്കം. ആ കേസുകളിൽ ഏതെങ്കിലും കേസിൽ ഞാൻ ഈ ജില്ലാ കോടതികളിൽ, ചെറിയ കോടതികളിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ ഹൈക്കോടതി പോകുമല്ലോ. ഹൈക്കോടതി പോയാൽ ഞാൻ എല്ലാ കേസുകളും സംഗീത ലക്ഷ്മണനായിരിക്കും കൊടുക്കുന്നത്. കാരണം എനിക്ക് സംഗീത ലക്ഷ്മണനെ കൊണ്ട് കോടതിക്കകത്ത് വെച്ച് ചിലരെ തൊലി ഉരിക്കാനുണ്ട്. സിനിമാ രംഗത്ത് എൻ്റെ പേരിൽ കേസ് കൊടുത്ത ചിലരുടെ യഥാർത്ഥ മുഖം കോടതിയിൽ 10 ചോദ്യം സംഗീത ലക്ഷ്മണനെ കൊണ്ട് ചോദിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടൊന്നുമല്ല ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. സംഗീത ലക്ഷ്മൺ ഒരാളിനെ എന്താ പറയുക, അറിഞ്ഞം പുറഞ്ഞം തെറി വിളിക്കും. അത് കഴിയുമ്പോൾ അവരെക്കുറിച്ചുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള സാധനവും ഇടും ഫേസ്ബുക്കിൽ. എനിക്ക് ഭയങ്കര രസമാണ്. ഞാൻ ദിവസവും എടുത്ത് പരിശോധിച്ച് നോക്കും ഇവർ ഇന്ന് എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന്. എന്നെപ്പോലെ ഒരുപാട് പേര് കാണും സംഗീത ലക്ഷ്മണൻ്റെ അവരെന്തൊക്കെയാണ് ഓരോ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ പറയുന്നതെന്ന്. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ശരിക്കും സംഗീതം ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് തോന്നിയ 2 സംഭവങ്ങൾ. ഒന്ന്, നമ്മുടെ സിനിമാ താരം മല്ലിക ചേച്ചിയെ വളരെ മോശമായ ഭാഷയിൽ അവർ വിമർശിച്ചിരിക്കുന്നു. മറ്റൊന്ന്, കലാഭവൻ മണിയുടെ അനുജൻ RLV രാമകൃഷ്ണനെ വളരെ മോശമായി ചീത്ത പറഞ്ഞിരിക്കുന്നു. ഈ 2 പേരെയും ചീത്ത പറയാൻ കാരണം ആ എന്താ പറയുക, ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി ഒരു എന്താ പറയുക മോഹിനിയാട്ടം നർത്തകി ഇപ്പോൾ ഒരു വിവാദ നായികയായിട്ട് നിൽപ്പുണ്ടല്ലോ, അവർക്ക് പിന്തുണ കൊടുത്തിരിക്കുന്നു. അത് കണ്ടപ്പോഴെനിക്ക് തോന്നി സംഗീത ലക്ഷ്മൺ ഇങ്ങനെയാണ്, മോശമായിപ്പോയി എന്ന് തോന്നി. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് സംഗീത ലക്ഷ്മണൻ്റെ ഫേസ്ബുക്കിൽ എനിക്ക് കൗതുകം തോന്നിയ ഒരു 3-4 കാര്യങ്ങളും കൂടി പറയാം. അത് പറയുമ്പോൾ ദിനേശ് രാഷ്ട്രീയം പറയണമെന്ന് വിചാരിക്കരുത്. സംഗീത ലക്ഷ്മൺ കറകളഞ്ഞ ഒരു കോൺഗ്രസ്സുകാരിയാണ്. ഈ കൊങ്ങി എന്നാണ് കോൺഗ്രസ്സുകാരൻ പറയുന്നതെന്ന് എനിക്കറിയില്ല. സംഗീത ലക്ഷ്മൺ എപ്പോഴും സംസാരിക്കുന്ന ഭാഷയിൽ ഈ കൊങ്ങിയുണ്ട്. ഞാനൊരു കൊങ്ങിയാണ് എന്ന അഭിമാനത്തോടെ പറയുന്ന ആളാണ്. അപ്പോൾ ഒരു കോൺഗ്രസ്സുകാരിയാണ്. പക്ഷേ ഒരു കോൺഗ്രസ്സുകാരിയായിട്ട് പോലും കോൺഗ്രസ്സിനകത്ത് നടക്കുന്ന കുഴപ്പങ്ങളെക്കുറിച്ചും കോടതിക്കകത്ത് നടക്കുന്ന കുഴപ്പങ്ങളെക്കുറിച്ചുമൊക്കെ അവർ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ആദ്യം നിങ്ങളോട് ഞാൻ അതിൻ്റെ 1-2 സൂചനകൾ തരാം. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന 1,81,000 പേര് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. 1,81,000 പേര്. ഞാൻ വളരെ സന്തോഷവാനാണ്. അതിൽ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നവർ ആവശ്യം കഴിയുമെങ്കിൽ എല്ലാ ദിവസവും കയറി സംഗീത ലക്ഷ്മൺ എന്ത് പറഞ്ഞിരിക്കുന്നു ഓരോ വിഷയത്തിലും ഒന്ന് അവരുടെ ഫേസ്ബുക്കിൽ കയറി പരിശോധിക്കണമെന്ന് ഞാൻ പറയും.
നമ്മൾ ചിന്തിക്കാത്ത ചില ഡയമെൻഷനിലുള്ള ചില കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഇപ്പം തന്നെ അവരൊരു വക്കീലായതുകൊണ്ടായിരിക്കാം. മാത്രമല്ല, ആയിരക്കണക്കിന് വക്കീലന്മാർ ഹൈക്കോടതിയിലും ജില്ലാ കോടതികളിലുമായിട്ട് എറണാകുളത്തില്ലേ. പക്ഷേ അസാമാന്യമായ ചങ്കൂറ്റമുള്ള, പറയുന്ന കാര്യങ്ങൾ ക്ലിയർ കട്ടായിട്ട് പറയാൻ അറിയാവുന്ന, എന്താ പറയുക, പ്രഗത്ഭയായ യുവതിയാണ് സംഗീത ലക്ഷ്മൺ എന്ന് ഞാൻ പറയും. അവർ കടന്നുപോയ ജീവിത സാഹചര്യങ്ങളൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. ഭർത്താവ് സിവിൽ സർവീസുകാരനായിട്ട് പോലും അദ്ദേഹത്തോടൊപ്പം പൊരുത്തപ്പെടാൻ കഴിയാതെ പോവുക, 2 ആൺകുട്ടികളുണ്ടായിട്ട് അവർ രണ്ടുപേരും അച്ഛനോടൊപ്പം പോവുക, ഇവർ ഒറ്റയ്ക്ക്, ഈ സ്ത്രീ ഒറ്റയ്ക്ക് ഒരുപാട് ശത്രുക്കളുടെ നടുവിൽ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ കഴിയുക. അതൊക്കെ ഒരു എന്താ പറയുക, എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കില്ല. വേദനിക്കുന്ന കോടീശ്വരൻ എന്ന് പറയും പോലത്തെ ഒരു അനുഭവമാണ് സംഗീത ലക്ഷ്മണൻ്റെ. അതിൽ ഈ മക്കൾ പോലും അവരെ തള്ളി പറയുന്ന ഒരവസ്ഥയിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും സംഗീത ലക്ഷ്മണൻ്റെ ഭാഗത്ത് എന്തൊക്കെയോ കുഴപ്പം പിടിച്ച പരിപാടികളുള്ളതുകൊണ്ടാണ് മക്കൾ പോലും അച്ഛനോടൊപ്പം പോയെന്ന് നമുക്ക് തോന്നും. പക്ഷേ അവരിപ്പോൾ ഈ പറഞ്ഞ അവരുടെ മുൻ ഭർത്താവ് ഒരു കല്യാണം കഴിച്ചു എന്നുള്ള പരസ്യപ്പെടുത്തുകയും, പക്ഷേ അദ്ദേഹം 2 കല്യാണം കഴിച്ചു വന്നു. 2ാമത്തെ കല്യാണത്തിൽ എന്താ പറയുക, ഒരു കുഞ്ഞായ ശേഷം ആ ഭാര്യ കുട്ടിയും കൊണ്ട് രക്ഷപ്പെട്ടു വന്നു, പ്രാണരക്ഷാർത്ഥം ഓടിയെന്നും. ഇപ്പം 3ാമത് വേറൊരാളെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ഫോട്ടോ അടക്കം ഈ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഒരുപാട് കൗതുകം തോന്നി എനിക്ക് അവരുടെ ഫേസ്ബുക്കിൽ. കുറേ ഞാൻ പുറകിലേക്ക് വായിച്ച് നോക്കി, വീണ്ടും. അപ്പോൾ എനിക്ക് കേരള ഹൈക്കോടതിയിൽ ഒരു ബഹുമാനവും തോന്നാത്ത ഒരു ജഡ്ജുണ്ട്. കോടതി അലക്ഷ്യമാവുമെന്ന് എനിക്കറിയില്ല, സത്യസന്ധമായി മാത്രം സംസാരിക്കണം, എനിക്ക് പരിചയമൊന്നുമില്ല. അത് ദേവൻ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ജഡ്ജാണ്. അദ്ദേഹം സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ കയറി എന്താ പറയുക, സ്വമേധയാ കേസെടുക്കുക, സർക്കാരിനെതിരെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുക, വാക്കാൽ ഒരുപാട് കാര്യങ്ങൾ കോടതിയിൽ പുച്ഛത്തോടെ സംസാരിക്കുക. പിന്നെ ആരെല്ലാം ലോകത്ത് എന്തെല്ലാം പ്രോഗ്രാം നടത്തുമോ അതിനൊക്കെ വിളിച്ചാൽ അതിനൊക്കെ പോവുക. ഒരു ജഡ്ജി പോകാൻ പാടില്ല എന്നാണ് പ്രോട്ടോക്കോളെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല അതിൻ്റെ ഒന്നും. പക്ഷേ എനിക്ക് സന്തോഷം തോന്നിയത് ദേവൻ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ഹൈക്കോടതി ജഡ്ജി കാണിക്കുന്ന വീരശൂര പരാക്രമങ്ങൾക്കെതിരെ നമ്മുടെ സംഗീത ലക്ഷ്മൺ പ്രതികരിച്ചിട്ടുണ്ട് അവരുടെ ഫേസ്ബുക്കിൽ. നിങ്ങളെടുത്ത് വായിച്ചു നോക്കണം. അവർ പറയുന്നത്, KPCC പ്രസിഡന്റ് സുധാകരൻ ചോദിച്ച ഭാഷയിൽ ചോദിച്ചാൽ അതിങ്ങനെ തന്നെ ചോദിക്കണം. എന്ത് എന്നുകൊണ്ട് ആ സുധാകരൻ പറഞ്ഞ ആ തെറി എഴുതിയിട്ട് എന്ത് പരിപാടിയാണിത് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത് ദേവൻ രാമചന്ദ്രനോട്. ഒരു ഹൈക്കോടതി ജഡ്ജിയെ വിളിക്കുന്ന തെറി എനിക്ക് ആദ്യമായിട്ടാണ് അത്ഭുതം തോന്നി. ഒരു ഹൈക്കോടതി ജഡ്ജിയെ ആ കോടതിയിൽ തന്നെ വാദത്തിന് പോകുന്ന ഒരു വക്കീൽ ഇങ്ങനെ വിളിക്കുമോ? പച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് ആ ഭാഷ. നാട്ടിലിറങ്ങി നടന്ന് വളവളാന്ന് പ്രസംഗിക്കുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിയെ ആര് ചെന്ന് എന്ത് പരിപാടിക്ക് വിളിച്ചാലും കോട്ടും സൂട്ടുമിട്ട് ഇറങ്ങി കൂടെ ചെന്ന് ഫോട്ടോ പിടിക്കാൻ, ഒപ്പം നിന്ന് കൊടുക്കാൻ, എന്നിട്ട് ഡേഷ് ഇട്ടിട്ട്, ആ ഡേഷ് എന്ന് പറയുന്ന എല്ലാം നിങ്ങൾ ഓർക്കുക, KPCC പ്രസിഡൻറ്റ് പ്രതിപക്ഷ നേതാവിനെ വിളിച്ച തെറിയാണ്. അവസരം കിട്ടിയാൽ കൈയിട്ട് വാരി പിടിക്കുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിയെ മൈക്കും ക്യാമറയും 4 ആളുകളുടെയും മുന്നിൽ വച്ചു കൊടുത്താൽ ആളാവാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാത്ത ഒരു ഹൈക്കോടതി ജഡ്ജിയെ തുറന്ന കോടതിയിൽ ഇരുന്നു കൊണ്ട് സർക്കാരിനെ, ഭരണപക്ഷത്തെ പ്രതിരോധത്തിൽ നിർത്തിക്കൊണ്ടുള്ള ജൽപ്പനങ്ങൾ പുലമ്പുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിയെ കേരള ജനത അഭിമുഖീകരിക്കുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും. അർത്ഥശങ്കയ്ക്കിടയില്ലാതെയാണ് സംഗീത ലക്ഷ്മൺ പറയുന്നത്. കേരള ഹൈക്കോടതിയുടെ മുഖമാണ് ദേവൻ രാമചന്ദ്രൻ എന്നാണ് ചിലർ കരുതുന്നത്. ദേവൻ രാമചന്ദ്രൻ കരുതുന്നതും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ചിത്രം കണ്ടപ്പോൾ എനിക്കൊരു കാര്യം കൂടി ബോധ്യപ്പെടുകയാണ്. ഈ ദേവൻ രാമചന്ദ്രൻ ഒരു എന്താ പറയുക, ഹോൾസം എന്ന് പറഞ്ഞിട്ട് ആ തെറി പറഞ്ഞിട്ട് ആണ്. അത്രയൊന്നും യശസ് സമീപകാലത്ത് പൊക്കിപ്പിടിക്കാനില്ലാത്ത മാതൃഭൂമി എന്ന മാധ്യമ സ്ഥാപനം കക്ഷിയായ എത്ര കേസുകൾ ഹൈക്കോടതിയുടെ മുൻപിൽ പരിഗണനയിലുണ്ട്? സംഗീത ചോദിക്കുകയാണ്. അവർ പറഞ്ഞ ഈ വാക്ക് ഞാൻ വളരെ അണ്ടർലൈനിട്ട്, ചുവന്ന വരയിട്ട് സ്വീകരിക്കുന്നു. കാരണം അത്രയൊന്നും യശസ് സമീപകാലത്ത് പൊക്കിപ്പിടിക്കാനില്ലാത്ത മാതൃഭൂമി എന്ന മാധ്യമ സ്ഥാപനം, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. മാതൃഭൂമിക്കൊക്കെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ആ പാരമ്പര്യമൊക്കെ കളഞ്ഞു കുളിച്ചിട്ട് ഇന്ന് മാതൃഭൂമി നിൽക്കുന്നത് ഇവിടെ. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും അതിലെ ഒരു ഹെഡിങ്ങിനെ കുറിച്ചും അതിൻ്റെ ഒരു വാർത്തയെക്കുറിച്ചും ഞാൻ എഴുതാറുണ്ട്. കാരണം എനിക്കത് വായിക്കുമ്പോൾ പുച്ഛം തോന്നും ഈ പത്രത്തെ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്നാൽ പിന്നെ അത് നിർത്തിക്കൂടെ? നിർത്താൻ പറ്റില്ല, ഞാൻ നിർത്തില്ല. എനിക്ക് 2-3 പത്രങ്ങൾ ദിവസം വായിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. പക്ഷേ മാതൃഭൂമി പോയ പോക്കാണ് ഞാൻ ആലോചിക്കുന്നത്.
പലപ്പോഴും ഞാൻ ആലോചിക്കും, എനിക്ക് നല്ല പരിചയമുള്ള ആളാണ് ഷെയിംസ് കുമാർ, MP വീരേന്ദ്രകുമാർ സാറിൻ്റെ മകൻ. ഷെയിംസിനെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് നാണമില്ല, ഇങ്ങനെ നിങ്ങൾ LDFൻ്റെ ഭാഗമെന്ന് പറഞ്ഞ് നിന്നുകൊണ്ട് നിങ്ങളുടെ പത്രത്തിൽ എന്തൊക്കെ കള്ളങ്ങളാണ് എഴുതി പിടിപ്പിക്കുന്നതെന്ന് ചോദിക്കണമെന്നുണ്ട്. പിന്നെ വിചാരിച്ച് എന്തിനെന്നേ, ഇപ്പം തന്നെ ആവശ്യത്തിലധികം ശത്രുക്കളുണ്ട്, ഇനി ഷെയിംസ് കുമാറിനെയും കൂടെ ഞാൻ ശത്രുവാക്കണമെന്ന്. എൻ്റെ റേഷനൊന്നും പുള്ളി കട്ടിയില്ല, എങ്കിലും വേണ്ട എന്ന് വെച്ചു. പക്ഷേ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ സംഗീത ലക്ഷ്മൺ മാതൃഭൂമിയെ കൃത്യമായി വിലയിരുത്തുന്നു എന്നുള്ളതാണ്. ഹൈക്കോടതിയുടെ അധീനതയിലുള്ള ജില്ലാ മജിസ്ട്രേറ്റ് മുനിസിപ്പൽ കോടതികളിൽ ഇപ്പോഴെത്ര കേസുകൾ മാതൃഭൂമിക്ക് നിലവിലുണ്ട് അവർ ചോദിക്കുകയാണ്. ഇതിൽ 2 ഹർജികൾ പരിഗണിക്കുന്നത് ദേവൻ രാമചന്ദ്രനാണ്. അണ്ടർലൈനിട്ട് കേട്ടോളൂ, മാതൃഭൂമിയുടെ 2 കേസുകൾ പരിഗണിക്കുന്നത് ദേവൻ രാമചന്ദ്രനാണ്. അദ്ദേഹം തന്നെ ഹൈക്കോടതിയുടെ ഈ വൃത്തികെട്ടവൻ മാതൃഭൂമിയുടെ ആതിഥേയത്വം സ്വീകരിച്ച് ആള് കളിക്കാൻ ഇങ്ങനെ പോയിരിക്കുന്നത് ഉളുപ്പില്ലാത്ത ഡേഷ് ആയതുകൊണ്ടാണ്. ഡേഷ് എന്ന് പറഞ്ഞാൽ സതീശനെ നമ്മുടെ സുധാകരൻ വിളിച്ചതാണ്. ADGP ശ്രീജിത്ത്, മഞ്ജു വാര്യർ മുതലായവരെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി. കാരണം ഒരു ഹൈക്കോടതി ജസ്റ്റിസ് എവിടെ നിൽക്കുന്നു, ഒരു ADGP എവിടെ നിൽക്കുന്നു. പക്ഷേ അളിയനും ഇരിക്കും പോലെ ADGP കാലുമേ കാലുമൊക്കെ ഇട്ട് അളിയ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നു. അതുപോലെ തന്നെ മഞ്ജു വാര്യരെ കണ്ടപ്പോൾ ഈ എന്താ പറയുക, വിശന്നിരുന്ന ചെറുക്കൻ്റെ മുന്നിൽ ചക്കക്കൂട്ടാൻ വന്നതുപോലെ നമ്മുടെ ജസ്റ്റിസ് ഇങ്ങനെ മഞ്ജു വാര്യരെ നോക്കിയിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ആ മനുഷ്യനോട് എന്താ പറയുക, ഒരു ജസ്റ്റിസ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പുച്ഛം തോന്നി. എന്തുകൊണ്ട് ഹൈക്കോടതിയിലെ 34 ജഡ്ജിമാർ ഇതുപോലെ കോർപ്പറേറ്റ് മാധ്യമ സ്ഥാപനത്തിൻ്റെ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് ഒരു അവതാര രൂപമായി സ്വയം മാർക്കറ്റ് ചെയ്യാത്തത് എന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം എറണാകുളം ഹൈക്കോടതിയിൽ, കേരളത്തിലെ ഹൈക്കോടതിയിൽ 35 ജഡ്ജിമാരുള്ളതിൽ 34 പേരും ഇത്തരം ഹീനമായ നിലവാരം വിട്ട പ്രോഗ്രാമുകൾക്ക് പോകില്ല എന്നാണ് സംഗീത പറയുന്നത്. ദേവൻ രാമചന്ദ്രൻ അല്ലെങ്കിൽ പിന്നെ ആ 34 ജഡ്ജിമാരാരാകും എന്നാണ് ചോദിക്കുന്നത്. ഈ ദേവൻ രാമചന്ദ്രൻ എന്ന് എഴുതിയിട്ട് ഞാൻ എപ്പോഴും പറയണ്ടല്ലോ, മറ്റേ തെറി എഴുതിയിട്ടുണ്ട്. എനിക്ക് സംഗീതയുടെ ഒരു ചങ്കൂറ്റമാണ് ഞാൻ ആലോചിച്ചത്. അവരുടെ ഒരു കേസൊക്കെ ഇനിയിപ്പോൾ ഈ ദേവൻ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ജസ്റ്റിസിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഇവരെങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. അപ്പോൾ അവർ പറയുന്നത് ദേവൻ രാമചന്ദ്രൻ എന്ന് എഴുതിയിട്ട് ആ തെറി എഴുതിയിട്ട് പറയുകയാണ്. അല്ലെങ്കിൽ പിന്നെ മറ്റേ 34 ജഡ്ജിമാർ ഡേഷാവും, അതായത് ഈ തെറിയാവും എന്നാണ് പറയുന്നത്. അതായത് അന്തസ്സുള്ള 34 പേരുണ്ടെന്നാണ് അവർ പറയുന്നത്. കാരണം ഇത്തരം തരംതാണ കോപ്രായങ്ങളിൽ ഏർപ്പെടാതെ നീതിബോധത്തോടെ വിശ്രമമില്ലാതെ കേരള ഹൈക്കോടതിയിലെ മറ്റ് ജഡ്ജിമാർ പണിയെടുക്കുന്നതൊന്നും നാടറിയുന്നില്ല. എല്ലാ പത്രങ്ങളിലും ഇപ്പോൾ അടിച്ചു വരുന്നത് ഈ ദേവൻ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ജസ്റ്റിസിൻ്റെ വീരശൂര പരാക്രമങ്ങൾ അല്ലെങ്കിൽ സർക്കാരിനെതിരെ അദ്ദേഹം ഇറങ്ങിയ കമൻറ്റുകൾ ഒക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ ബാക്കി 34 പേര് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന 34 പേരുടെ ഒരു വാർത്തയും ഇവിടുത്തെ മാപ്രകൾ കൊടുക്കുന്നില്ല എന്നുള്ള രോഷമാണ് സംഗീത പ്രകടിപ്പിക്കുന്നത്. സാധാരണക്കാരായ പൊതുജനത്തിന് ഗുണകരമാകുന്നതും ആശ്രയമാകുന്നതും കരുത്തേകുന്നതുമായ 100 കണക്കിന് വിധി ന്യായങ്ങളാണ് ഈ പറഞ്ഞ 34 ജഡ്ജിമാർ പുറപ്പെടുവിക്കുന്നത്. അവരുടെ എല്ലാം കഠിന പ്രയത്നങ്ങളും ത്യാഗങ്ങളും ഹൈജാക്ക് ചെയ്തുകൊണ്ട് താനാണ് കേമൻ, താൻ മാത്രമാണ് കേമൻ എന്ന പ്രതീതി ഉണ്ടാക്കുകയാണ് ദേവൻ രാമചന്ദ്രൻ. ദേവൻ രാമചന്ദ്രനെ പറ്റി എഴുതി എനിക്ക് ഉളുപ്പിൻ്റെ വേര് മുളച്ചു പോകും എന്നാണ് തോന്നുന്നത് എന്നാണ് സംഗീത പറയുന്നത്. സംഗീത ഇങ്ങനെ നിരന്തരമായി ഈ ജസ്റ്റിസിനെതിരെ സംസാരിച്ച് എനിക്ക് ഉളുപ്പിൻ്റെ വേര് പൊടിച്ചു പോകും എന്നാണ് സംഗീത പറയുന്നത്. ദേവൻ രാമചന്ദ്രൻ കാട്ടിക്കൂട്ടുന്ന ഇത്തരം തെറി പരിപാടികൾക്കെതിരെ ശബ്ദമുയർത്താൻ വീണ്ടും തെറി ഉറപ്പുള്ള ഒറ്റ ഒരുത്തനും ഇല്ല എന്ന നഗ്ന സത്യവുമായി ഞാൻ പൊരുത്തപ്പെടുകയാണ് വേണ്ടത്. അതാണ് എളുപ്പവും. ആ രണ്ടാമത്തെ തെറി ഉഗ്രം തെറിയാണ് പറഞ്ഞത്. കറക്റ്റ് കാര്യം അവർ പറയണേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രണ്ടാഴ്ച മുമ്പ് എന്തോളം മാതൃഭൂമിയുടെ വീക്കെൻഡ് ഈ പറഞ്ഞ ജസ്റ്റിസിനെ കുറിച്ച് വാതൊരാതെ പൊക്കി അടിച്ചിട്ടുള്ള ഒരു ലേഖനമാണ്. ഫ്രണ്ട് പേജ് മുഴുവൻ. ഞാനിതിൽ ആ ഫോട്ടോ കാണിക്കാം. ഹൈക്കോടതിയുടെ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പാലിക്കേണ്ട ചില ന്യായമായ മര്യാദകളുണ്ടെന്നുള്ളത് സത്യമാണ്. അദ്ദേഹം ഇങ്ങനെ മീഡിയ മാനിയാക്കായിട്ട്, അതും മാതൃഭൂമിയുടെ നിരവധി കേസുകൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ, അല്ലെങ്കിൽ പല കോടതികളിലും മാതൃഭൂമിയുടെ കേസുകൾ കിടക്കുമ്പോൾ ഒരു ജസ്റ്റിസ് മാതൃഭൂമിക്ക് വേണ്ടപ്പെട്ട ആളാണെന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കുന്നത് തെറ്റ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞാൻ. അവർ വീണ്ടും പറയുന്നു, ആദരണീയനായ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? പോലീസുകാർ ജനത്തിനോട് എങ്ങനെ പെരുമാറണം എന്ന് തുറന്ന കോടതിയിൽ ക്ലാസ് എടുക്കുകയും, ശ്രദ്ധിച്ച് കേൾക്കണം, പോലീസുകാർ ജനത്തിനോട് എങ്ങനെ പെരുമാറണമെന്ന് തുറന്ന കോടതിയിൽ ക്ലാസ് എടുക്കുകയും
അഭിഭാഷകരോട് മോശമായി പെരുമാറിയ പോലീസിനെ മര്യാദ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആദരണീയനായ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന് ഈ കാഴ്ച കണ്ടിട്ട് എന്തെങ്കിലും ചേതോവികാരമുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അതാണെന്നറിയോ, ഒരു ജില്ലാ കോൺഗ്രസിൻ്റെ ഒരു DCC സെക്രട്ടറിയോ പ്രസിഡൻറ്റോ യൂണിഫോമിൽ നിൽക്കുന്ന ഒരു പോലീസുകാരനെ ഈ അടുത്ത കാലത്ത് തള്ളിമറിച്ചല്ലോ. തള്ളിമറിച്ചതിൻ്റെ ഗുണം തിരിച്ചു കിട്ടി. ഒരു ഹോട്ടൽ മുറിക്കകത്തുനിന്ന് പൊക്കിയെടുത്തോണ്ട് പോയി പോലീസുകാർ രാത്രി. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വെറുമൊരു ജില്ലാ ഭാരവാഹി, ഗുണ്ടാ തലവൻ, യൂണിഫോമിൽ നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് അവൻ്റെ സഹപ്രവർത്തകരുടെ മുന്നിൽ വച്ച് ഇത്തരത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് പെരുമാറുന്നതും പോലീസ് സംഘത്തെ ആകെ ഭീഷണിപ്പെടുത്തുന്നതും കണ്ടിട്ട് ആ ഗുണ്ടാ നേതാവിനെതിരെ തൻ്റെ ചെറുവിരലെങ്കിലും അനക്കാൻ ആദരണീയനായ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന് കെൽപ്പുണ്ടോ, മനസ്സുണ്ടോ എന്നാണ് സംഗീതം ലക്ഷ്മണൻ ചോദിക്കുന്നത്. കാരണം ചുമ്മാ കയറി സ്വയം കേസെടുക്കുന്ന ഒരാളല്ലേ, അല്ലെങ്കിൽ കോടതിക്കകത്ത് വരുന്ന വക്കീലന്മാരുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പോലീസുകാരെ ലെഫ്റ്റ് റൈറ്റ് അടിക്കുന്ന ഒരു ജസ്റ്റിസാണ്. ആ മനുഷ്യനെ സംഗീത ലക്ഷ്മൺ എന്താ പറയുക, വോട്ട് ചെയ്യുന്ന, സംഗീത ലക്ഷ്മൺ വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന പാർട്ടിയുടെ നേതാവിനെ സംഗീത എന്ന് പറയുന്ന ഒരു ഗുണ്ടാ തലവനെന്നാണ്. അയാൾ യൂണിഫോം ഇട്ട് നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് അപമര്യാദയായി പെരുമാറുന്നത് കണ്ടിട്ട് എന്തുകൊണ്ടാണ് ദേവൻ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ജസ്റ്റിസ്, കോടതിയിൽ ഒരുപാട് ഇൻഡാസുകൾ ഇറക്കുന്ന ജസ്റ്റിസ് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. കാക്കിയിടുന്ന പോലീസുകാരും മനുഷ്യരാണ് മൈ ലോർഡ് എന്നാണ് കോടതിയോട് പറയുന്നത്. എന്നെയും താങ്കളെയും പോലെ ആത്മാഭിമാനം എന്നത് പോലീസുകാർക്കും ഉണ്ട് മൈ ലോർഡ്. ടേൺ യുവർ ഹെഡ് എറൗണ്ട് ആൻഡ് യു ക്യാൻ സീ ഇറ്റ്. നിങ്ങൾ കാണൂ. ഓർ എൽസ് യുവർ ഹെഡ് ഷുഡ് ഹാങ് ഇൻ ഷെയിം മൈ ലോർഡ്. എൻ്റെ തല താഴ്ന്നു പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ദേവൻ രാമചന്ദ്രൻ മറുപടി പറയേണ്ടതാണ്. സത്യത്തിൽ ഒരു ഹൈക്കോടതി ജസ്റ്റിസിനെതിരെ ഗുരുതരമായ കൃത്യവിലോപം കാണിക്കുന്നു എന്ന് ഹൈക്കോടതിയിലെ തന്നെ ഒരു വക്കീൽ പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അതിന് മറുപടി പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും വായിച്ചു പോകുമ്പോൾ ഇവർ ഒരിക്കലും സൂട്ടബിൾ അല്ലാത്ത ഈ ജോക്കർമാരൊക്കെ വയ്ക്കുന്ന പോലെ, കൗബോയികളൊക്കെ വയ്ക്കുന്ന പോലത്തെ വലിയ വലിയ കണ്ണടകൾ വെച്ചിട്ടുണ്ട്. ഈ വക്കീലിന്, ഈ സംഗീത ലക്ഷ്മണന് എന്ത് സംഭവിച്ചു എന്ന് ഞാനിങ്ങനെ പലപ്പോഴും ഈ ഫോട്ടോകൾ കാണുമ്പോൾ ആലോചിക്കാറുണ്ട്. പക്ഷെ അവർ പറയുന്നത് എൻ്റെ കണ്ണുനീർ നിങ്ങൾ കാണാതിരിക്കാനാണ് ഞാൻ ഈ കണ്ണടകൾ ഉപയോഗിക്കുന്നതാണ്. അവർ ഒരു സ്ത്രീയല്ലേ, അവർക്കും ഒരു മനസ്സുള്ളതല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര എന്താ പറയുക, ക്രൂവലായിട്ട് സംസാരിച്ചാലും, എത്ര ബോറായിട്ട് സംസാരിച്ചാലും, എത്ര തെറി വിളിച്ചാലും അടിസ്ഥാനപരമായി ഒരമ്മയാണ്, ഒരു ഭാര്യയാണ്, ഒരു മകളാണ് അവരല്ലേ. അവർക്കും വികാരങ്ങളൊക്കെ ഉണ്ടാകും. അവർ പറയുകയാണ് എൻ്റെ കണ്ണുനീർ നിങ്ങൾ കാണാതിരിക്കാനാണ് ഞാൻ ഈ കണ്ണടകൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ പൃഥ്വിരാജ് മല്ലിക ചേച്ചിയുടെ അഭിനയത്തിൻ്റെ 50 വർഷം തിരുവനന്തപുരത്ത് ആഘോഷിച്ചപ്പോൾ, മല്ലിക ചേച്ചി എൻ്റെ സീരിയലിലെ നായികയായിരുന്നു. പക്ഷേ 100-300 എപ്പിസോഡ്, ഏതാണ്ട് 300 എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2-2.5 വർഷം ഞങ്ങൾ എല്ലാ ദിവസവും ഒന്നിച്ച് സഹകരിച്ചവരാണ്. നല്ല ബന്ധമായിരുന്നു അതിനായിട്ട്. പക്ഷേ നമ്മൾ നഗ്ന സത്യങ്ങൾ പറയുമ്പോൾ ചില മല്ലിക ചേച്ചി എന്നോട് കാണിച്ച ചില ചില്ലറ കുഴപ്പങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ മല്ലിക ചേച്ചി എൻ്റെ മുമ്പിൽ തോൽക്കേണ്ടി വന്ന 2-3 കഥകൾ പറഞ്ഞുകൊണ്ടായിരിക്കാം തിരുവനന്തപുരത്ത് അവർ 50 വർഷം അഭിനയത്തിൻ്റെ 50 വർഷം ആഘോഷിച്ചപ്പോഴും ദിനേശൻ്റെ പേര് അവർ ഓർത്തില്ല, എന്നെ വിളിച്ചില്ല. എനിക്കതിൽ പരിഭവമൊന്നുമില്ല. അവർ ഓർത്തില്ല, വിളിക്കണ്ട, അയാളെ വിളിക്കണ്ട, അയാൾ എന്നെ പറ്റി, ഞാൻ ചെയ്ത ചില പൊട്ടത്തരങ്ങളെപ്പറ്റി പച്ചയ്ക്ക് പറഞ്ഞവനാണെന്ന് തോന്നിക്കാണും. പക്ഷേ ആ 50 വർഷം ആഘോഷിച്ചെടുത്ത് നനച്ചിരിക്കാതെ അച്ഛൻ മരിച്ചപ്പോൾ അമ്മയുടെ കയ്യിൽ പറക്കം പറ്റാത്ത ഈ 2 കുട്ടികളെ ഏൽപ്പിച്ചിട്ട് അച്ഛൻ പോയപ്പോൾ ഞങ്ങളെ വളർത്തിയെടുക്കാൻ അമ്മ നടത്തിയ ഭഗീരഥ ശ്രമങ്ങളെക്കുറിച്ച് ഒക്കെ പൃഥ്വിരാജ് വളരെ രസകരമായി സംസാരം. അതിൽ ആ ഇന്ദ്രജിത്ത് അനുജൻ പറയുന്നത് കേട്ടിരിക്കുന്ന ഷോട്ട് കൂടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അതിൽ മല്ലിക ചേച്ചി കണ്ണ് തുടയ്ക്കുന്ന കണ്ടപ്പോഴും എനിക്ക് വിഷമം തോന്നി. ആ വീഡിയോ എന്താ പറയുക, സംഗീത ലക്ഷ്മൺ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ. ഒരമ്മയെക്കുറിച്ച് മകൻ അഭിമാനത്തോടെ സംസാരിക്കുന്നതിനെക്കുറിച്ച്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭർത്താവിൻ്റെ 3ാം വിവാഹത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മകൻ്റെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, അവന് അറ്റാക്ക് വന്നതിനെക്കുറിച്ച് ഒക്കെ ഈ അവരെ തള്ളിക്കളഞ്ഞിട്ട് പോയെങ്കിലും അവരെക്കുറിച്ചും, മുൻ ഭർത്താവിനെക്കുറിച്ചും മക്കളെക്കുറിച്ചും, പ്രത്യേകിച്ച് മൂത്ത മകനെക്കുറിച്ചും ഒക്കെ അവർ ഓർക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളുമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് രസകരമായി തോന്നിയത്, തിരുവനന്തപുരത്തേക്ക് കാർ ഓടിച്ച് വരികയാണ്. വരുമ്പോൾ ഒരു പാട്ട് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേട്ടോണ്ട് വരികയായിരുന്നു. അതിൻ്റെ ഒരു ലഹരിയിൽ വീട്ടിൽ വന്നിറങ്ങി ആ പാട്ടിൻ്റെ ലഹരിയിൽ കയറി അകത്തേക്ക് ചെന്നപ്പോൾ അവർ തന്നെ പറയുകയാണ്, അവരുടെ അച്ഛൻ IG ലക്ഷ്മണ, മുൻ IG ലക്ഷ്മണ സാറ്
അവരെ നോക്കിയത് ഇവൾ വീണ്ടും വെള്ളമടി തുടങ്ങിയോ എന്നായിരുന്നു. പാട്ടിൻ്റെ ലഹരിയിലാണ് കയറി ചെന്നത്. പക്ഷേ അച്ഛൻ കരുതിയത് ഞാൻ വെള്ളമടി വീണ്ടും തുടങ്ങി എന്നാണെന്ന് അവരെഴുതിയിരിക്കുന്നു. ഞാൻ ഫിറ്റാണോ എന്നായിരുന്നു എൻ്റെ അച്ഛൻ്റെ സംശയമെന്ന്. അതുപോലെ തന്നെ എറണാകുളത്ത് ഹൈക്കോടതിയിലെ കെട്ടിടം കെട്ടിയപ്പം ദീർഘവീക്ഷണമില്ലാതെ കെട്ടിയതിൻ്റെ പേരിൽ കാർ പാർക്ക് ചെയ്യാനുള്ള പരിമിതികളുള്ളതിനാൽ ഫുട്പാത്തുകളിൽ കാർ ഇടുമ്പോൾ ഇവിടെ കാർ പാർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞ് ബോർഡ് വച്ചിരിക്കുന്നിടത്ത് അഡ്വക്കേറ്റ് ആണെന്നുള്ള അഹങ്കാരത്തിൽ അഡ്വക്കേറ്റിൻ്റെ എംബ്ലം ഒട്ടിച്ച കാറുകൾ കൊണ്ടുവന്ന് ഫുട്പാത്തിൽ പാർക്ക് ചെയ്തിരിക്കുന്നതിനെക്കുറിച്ച് ഫോട്ടോ ഇട്ടിട്ട് സംഗീത ലക്ഷ്മൺ പ്രതികരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ചില മണ്ടത്തരങ്ങളും പറയും. അവർ പറയുന്നത് നടീനടന്മാർക്ക് എന്താ പറയുക തുല്യ വേതനം കൊടുക്കണമെന്നാണ് അവരുടെ പക്ഷം. പക്ഷെ അവർക്ക് അറിയില്ല, അതാണ് പ്രശ്നം. എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ പെൺവക്കീലന്മാരിൽ അല്ലെങ്കിൽ ആൺവക്കീൽ എന്ന് പറയാം, തിരുവനന്തപുരത്ത് 2 ഇരട്ടച്ചം കൊണ്ടായിരുന്ന വക്കീലായിരുന്നു ഈ അടുത്ത കാലത്ത് മരിച്ച സെലിൻ വിൽഫ്രഡ് എന്ന് പറയുന്ന പോലീസിൻ്റെ വക്കീലായിരുന്നു. അത് കഴിഞ്ഞ് ഒരുപാട് ക്രിമിനൽ കേസുകളിൽ വക്കീലായിരുന്നു. ഭയങ്കര മിടുക്കിയായ, എനിക്ക് പരിചയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. സെലിൻ വിൽഫ്രഡ് വാങ്ങുന്ന ഒരു കേസിന് വാങ്ങുന്ന പ്രതിഫലം ഇവിടെ പുതുതായി വന്ന വേറൊരു പെൺവക്കീലിന് കിട്ടുമോ? സംഗീത ലക്ഷ്മണന് പോലും കിട്ടുമെന്ന് സംശയമാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ തിരുവനന്തപുരം കോടതികളിലുള്ള ജില്ലാ കോടതിയിലുള്ള വീരശൂര പരാക്രമികളായ പലർക്കും സെലിൻ വിൽഫ്രഡ് മാഡത്തിന് കിട്ടുന്ന പ്രതിഫലം കിട്ടില്ല. അതുപോലെ നടീനടന്മാർക്ക് തുല്യ വേതനം കൊടുക്കണമെന്നൊന്നും സംഗീത ഇനിയെങ്കിലും മണ്ടത്തരങ്ങൾ പറയരുത്. കാരണം ഇപ്പം ഞാൻ പറയാം, മഞ്ജു വാര്യർ മുതൽ മലയാള സിനിമയിലെ വർത്തമാനകാല മലയാള സിനിമയിലുള്ള നായികമാരിൽ ഏറ്റവും വലിയ പ്രതിഫലം വാങ്ങുന്ന മഞ്ജു വാര്യരാണ്. മഞ്ജു വാര്യർക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ പറയുക, ഏതെങ്കിലും എ ഓർ ബി ഒരു നടിക്ക് കൊടുക്കണമെന്നൊക്കെ പറയാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെ തന്നെയാണ് സിനിമയിൽ മോഹൻലാൽ വാങ്ങുന്ന പ്രതിഫലം എന്ന് പറയുന്നത്. ഔദ്യോഗികമാണോ അനൗദ്യോഗികമാണോ വെറുതെ പറയുന്നതാണെന്ന് എനിക്കുണ്ട്. അദ്ദേഹം ഇപ്പോൾ 25 കോടി രൂപയാണ് ഒരു പടത്തിന് വാങ്ങുന്നത്. ചിലപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഒരു പകുതി പോലും ചിലപ്പോൾ ഔദ്യോഗികമായി കാണില്ലായിരിക്കും. എനിക്കതറിയില്ല, പറച്ചിലാണ്, ഓരോരുത്തരുണ്ട് പറയുന്നതല്ല. ഞാൻ മോഹൻലാലിനോട് പോയി നിങ്ങൾക്ക് എത്ര രൂപയാണ് പ്രതിഫലം, എനിക്കൊരു പടം ചെയ്യണമല്ലോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹം 25 കോടി രൂപ വാങ്ങുന്നു. അതിൻ്റെ കുറച്ച് താഴെയാണ് മമ്മൂക്ക വാങ്ങുന്നത്. അദ്ദേഹം ഓവർസീസ് റൈറ്റ് അടക്കം വാങ്ങിക്കുന്ന തുക എനിക്കറിയാം. അത് ഞാൻ പറയും മോഹൻലാലും മമ്മൂട്ടിയായിട്ടുള്ള അജഗജാന്തര അകലം പറയുന്നത് മമ്മൂട്ടി ഇഷ്ടമല്ലാത്തതുകൊണ്ടാണെന്ന് പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാത്തത്. അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ മോഹൻലാലിനെ വെച്ച് 25 കോടി രൂപ കൊടുത്തൊരു പടത്തിൽ അഭിനയിപ്പിക്കുന്നതിനേക്കാൾ 25 ലക്ഷം കൊടുത്താൽ ഇതാ ഇന്ന ഒരു നടൻ ഉണ്ടല്ലോ നന്നായിട്ട് ചെയ്യുമല്ലോ അയാളെ വെച്ചാൽ പോരെന്ന് ചോദിച്ചാൽ എന്താ വയ്ക്കാത്തേ? ഈ 25 കോടി രൂപ കൊടുക്കുന്ന മോഹൻലാലിൻ്റെ പടത്തിന് കിട്ടുന്ന ബിസിനസ് ഈ പറയുന്ന 25 ലക്ഷം രൂപ കൊടുക്കുന്ന നടനിൽ നിന്ന് കിട്ടില്ല എന്ന് മാത്രമല്ല, ആ 25 ലക്ഷം കൊടുത്ത് വെച്ച നടനെ വെച്ച് ചെയ്ത സിനിമ ദയനീയമായി മുഴുവൻ പൈസയും പോകും. സാറ്റലൈറ്റ് വാല്യോ OTT വാല്യോ ഒന്നുമില്ലാത്തൊരു നടന് 25 ലക്ഷവും വേണ്ടെന്നേ ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു നടനാണെങ്കിൽ അതിന് 2.5 ലക്ഷം രൂപ കൊടുത്താൽ മതി. പക്ഷേ മോഹൻലാൽ ചെയ്യുന്ന ബിസിനസ് ഇതിൽ കിട്ടില്ല. ആ കാര്യം സംഗീത പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമ എന്ന് പറയുന്നത് പോലെ ശരി മഞ്ജു വാര്യർ അഭിനയിക്കുന്ന സിനിമ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ ആരും പോവില്ല എന്നുള്ളതാണ് സത്യം. അത് സ്റ്റാർഡം അങ്ങനെയാണ്. ഇപ്പോൾ ബെന്യാമൻ്റെ ആടുജീവിതം, ബെന്യാമന് DC ബുക്സ് കൊടുക്കുന്ന റൈറ്റ് റോയൽറ്റി ഒരു പുതിയ ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതിക്കൊണ്ട് ചെന്നു എന്ന് വെച്ചോളൂ, എനിക്ക് കിട്ടുമോ? കിട്ടില്ല. അങ്ങനെയാണ്. ഇപ്പോൾ എറണാകുളത്ത് ഹൈക്കോടതിയിൽ തന്നെ വാദിക്കുന്ന എത്രയോ വക്കീലന്മാരുണ്ടില്ലേ, അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് എത്രയോ പേരെ കെട്ടിയിറക്കുന്നു. അവർ ഫ്ലൈറ്റിൽ കയറി അവരും അവരുടെ പടയുമായിട്ട് എറണാകുളത്ത് വന്ന് സർക്കാരിൻ്റെ ഒരു കേസോ അല്ലെങ്കിൽ ഒരു പണാധിപത്യമുള്ള ഒരാളിൻ്റെ കേസോ വാദിക്കാൻ വരുന്ന വക്കീൽ വാങ്ങുന്നത് എത്ര? അല്ലെങ്കിൽ ദിലീപിൻ്റെ കേസിന് വാങ്ങുന്ന ഓരോ സിറ്റിങ്ങിനും വക്കീൽ വാങ്ങുന്നത് എത്ര? അതിൻ്റെ 100-ലൊരംശം പ്രതിഫലം കിട്ടാത്ത, അല്ലെങ്കിൽ ഒരു കേസ് വിളിക്കുമ്പോൾ കയറി ഹാജരായി 4 വർത്തമാനം പറയുന്നതിന് 500, 1000, 2000 വാങ്ങിക്കുന്ന എത്രയോ വക്കീലന്മാരുണ്ട്. അത് കിട്ടാത്ത എത്രയോ പേരുണ്ട്. അപ്പോൾ എല്ലാത്തിലും അത്തരം ഒരു കാറ്റഗറി ഉണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക, ഓരോരുത്തരുണ്ടാക്കിയെടുക്കുന്ന ഒരു ഇമേജ് ഉണ്ട് എന്ന് എന്തുകൊണ്ട് സംഗീതയ്ക്ക് മനസ്സിലാവുന്നില്ല? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒപ്പം സംഗീത വേറൊരു കാര്യം പറയുന്നുണ്ട്, ഈ വീരശൂര പരാക്രമികളായ നായകന്മാർക്കൊന്നും ചില നടികൾക്ക് ഉദ്ഘാടനത്തിന് കിട്ടുന്ന പോലെ പൈസ കിട്ടില്ല എന്നും സംഗീത തന്നെ പറയുന്നു. അത് തന്നെയാണ് സത്യം. ശരിക്കും മേനിക്കൊഴുപ്പ് കാണിക്കുന്ന, ക്യാമറയുടെ മുന്നിൽ കൂടെ ഇങ്ങനെ കറങ്ങി ബാക്ക് ഷോട്ട് കാണിച്ച് നടക്കുന്ന, തുണി കൊടുക്കാത്ത നമുക്ക് കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ ചിലർ, 1-2 എണ്ണം. അവർക്ക് ഒരു ഉദ്ഘാടനത്തിന് എത്ര പേരെ കിട്ടും? ഈ പറഞ്ഞ പോലെ അവർ വരുന്നു എന്നറിയുമ്പോൾ, ഒരു ഉദ്ഘാടനത്തിന് വരുന്നത് മറ്റേ ചേച്ചിയാണെന്ന് അറിയുമ്പോൾ
വാവളം താമര എത്ര പേരാ അവിടെ പോയി നിൽക്കണേ, എന്നൊന്ന് കാണാൻ, ഈ ചേച്ചിയുടെ ബാക്ക് ഷോട്ട് ഒന്ന് നടന്നു പോകണം കാണാൻ ഇല്ലേ. പക്ഷെ അത്രയും പ്രതിഫലം ചിലപ്പോൾ മോഹൻലാൽ അടക്കമുള്ളവർക്ക് കിട്ടാൻ സാധ്യതയില്ല. അതും സംഗീത തന്നെ പറയുന്നുണ്ട്. എൻ്റെ ജാതിമത വിശ്വാസങ്ങളും ഈശ്വര ചിന്തകളും എൻ്റെ മാത്രം സ്വകാര്യ അവകാശമാണ് എന്നാണ് സംഗീത പറയുന്നത്. അതാണ് 100% ശരി. അത് ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ ജാതി, എൻ്റെ മതം, എൻ്റെ വിശ്വാസമല്ല, എൻ്റെ സ്വകാര്യമാണ്. അതിനെ വേറൊരാളിന് ഹൈജാക്ക് ചെയ്യാനുള്ള യാതൊരു അവകാശവുമില്ല. ഞാനത് വേറൊരാളിനെ അടിച്ചേൽപ്പിക്കാനുള്ള അവകാശം എനിക്കുമില്ല. അവിടെ പാട്ടുകാരി KS ചിത്ര വിളക്ക് കൊളുത്താൻ ആഹ്വാനം നടത്തിയാൽ അതിനെന്ത് പ്രസക്തി എന്നാണ് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം ചിത്രയ്ക്ക് ജീവിതത്തിൽ പറ്റിയൊരു അബദ്ധമാണ്. കേരളത്തിലെ എല്ലാ വീടുകളിലും നമ്മൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണമെന്ന് ചിത്ര പറഞ്ഞതിന് മറുപടിയാണ് നമ്മുടെ സംഗീതലക്ഷ്മൺ ചോദിക്കുന്നത്. എൻ്റെ ജാതിമത വിശ്വാസങ്ങളും ഈശ്വര ചിന്തകളും എൻ്റെ മാത്രം സ്വകാര്യ അവകാശമാണ്. അവിടെ ചിത്രയുടെ വിളക്ക് കൊളുത്താനുള്ള ആഹ്വാനത്തിന് എന്ത് പ്രസക്തി എന്നവർ ചോദിക്കുന്നു. ഹിന്ദുമത തീവ്ര വിശ്വാസിയും കൊങ്ങി വോട്ടറുമായ സംഗീത ലക്ഷ്മൺ എന്നാണ് അത് എഴുതിയിരിക്കുന്നത്. അവർ ഉറപ്പിച്ച് പറയുന്നു, ഞാൻ ഹിന്ദു മതത്തിലെ തീവ്ര വിശ്വാസിയാണ്, ഒപ്പം കൊങ്ങിയുമാണ്, അതായത് കോൺഗ്രസ്സുകാരിയുമാണ്, അങ്ങനെ കോൺഗ്രസിൻ്റെ വോട്ടറുമാണ്. ഞാനാണ് ഈ ചോദിക്കുന്നതെന്നാണ് ചിത്രയോട് പറയുന്നത്. അതുപോലെ രസകരമായ ഒരുപാട് പോസ്റ്റുണ്ട്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഔദ്യോഗിക പരിപാടിക്കായി വരുമ്പോൾ പ്രോട്ടോക്കോൾ പ്രകാരം മുഖ്യമന്ത്രി സ്വീകരിക്കണം. ഔദ്യോഗിക സന്ദർശനങ്ങൾക്കും സ്വകാര്യ സന്ദർശനങ്ങൾക്കും ട്രാൻസിസ്റ്റ് സന്ദർശനങ്ങൾക്കും പ്രത്യേകം പ്രോട്ടോക്കോൾ ചട്ടങ്ങളാണ് പാലിക്കേണ്ടത്. പ്രധാനമന്ത്രി എത്തുമ്പോഴും മടങ്ങിപ്പോകുമ്പോഴും മുഖ്യമന്ത്രി സന്നിഹിതനാകണമെന്നത് പ്രോട്ടോക്കോളിലെ നിബന്ധനയാണ്. ഷാൽ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, മേ എന്നല്ല എന്നവർ പറയുന്നു. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പിണറായി വന്നത് VD സതീശനും K മുരളീധരനും എന്താണ് ഇത്ര പരിഹാസം എന്നവർ ചോദിക്കുന്നു. കോൺഗ്രസ്സുകാരിയാണ് ചോദിക്കുന്നത്. ആലോചിച്ചു, എനിക്ക് അവിടെയൊക്കെയാണ് ഈ സ്ത്രീയോടുണ്ടാകുന്ന ബഹുമാനം. അവർ പറയുന്നു, എന്താണ് ഈ സതീശനും മുരളീധരനും ഒക്കെ പ്രധാനമന്ത്രി സ്വീകരിക്കാൻ എയർപോർട്ടിൽ പിണറായി വിജയൻ വന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഹസ്തദാനം നൽകിയത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ തൊഴുതതിൽ എന്താണ് നിങ്ങൾക്ക് ഇത്ര അവജ്ഞ, എന്താണ് പരിഹാസം, എന്താണ് ഇവർ ചോദിക്കുന്നത്. സത്യത്തിൽ കൊങ്ങി വോട്ടറായ എനിക്ക് നരേന്ദ്രമോദി രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് എന്നതും പിണറായി വിജയൻ സംസ്ഥാന മുഖ്യമന്ത്രിയാണ് എന്നുള്ളതും തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേങ്കിൽ പ്രോട്ടോക്കോൾ ചട്ടങ്ങൾ നടന്നു കാണുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ ഒരു മുഖ്യമന്ത്രി പ്രോട്ടോക്കോൾ പ്രകാരം ചെല്ലണം എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി വരുമ്പോൾ സ്വീകരിക്കാനും യാത്ര അയക്കാനും VD സതീശനും K മുരളീധരനുമല്ല അവിടെ ഉണ്ടാവേണ്ടത് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെയാണ്. അത് അദ്ദേഹം ചെയ്തത് 100% ശരിയാണ് എന്നാണ് സംഗീത പറയുന്നത്. പ്രോട്ടോക്കോൾ ചട്ടം മാറി നടന്നുകൊണ്ട് അട്ടിമറിച്ചുകൊണ്ട് VD സതീശനും K മുരളീധരനും അത് ചെയ്യണം എന്ന് ആഗ്രഹിക്കാൻ ഞാനൊരു കുന്തം വിഴുങ്ങി ഊള കൊങ്ങിയല്ല, അവർ പറയാണ്. അല്ലാതെ മുരളീധരനും സതീശനും കൂടെയാണ് പ്രധാനമന്ത്രി സ്വീകരിക്കാൻ പോകേണ്ടതെന്ന് പറയാൻ ഞാനൊരു കുന്തം വിഴുങ്ങി ഊള കൊങ്ങിയല്ല എന്നാണ് അവർ പറയുന്നത്. അതുപോലെ സംഗീതയോടെ എനിക്ക് പറയാനുള്ളത്, സ്ഥാനത്തും അസ്ഥാനത്തും അവരുടെ എല്ലാ പോസ്റ്റുകളിലും യൂള എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. അതിനേക്കാളും മോശമായ വാക്കില്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നു, സംഗീത, നമ്മളൊരു ഹൈക്കോടതി ജഡ്ജി വക്കീലല്ലേ, LLB ഒക്കെ കഴിഞ്ഞ ഒരു സ്ത്രീയല്ലേ, 55 വയസ്സായെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. ഈ എന്താ പറയുക, ഊള എന്നൊക്കെയുള്ള വാക്കുകൾ സംഗീത ഉപയോഗിച്ചില്ലെങ്കിലും സംഗീതയ്ക്ക് ഷാർപ്പായിട്ട് എഴുതാനറിയാം, പറയാനറിയാം. അതാണ് ഇനിയെങ്കിലും ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറയും. കാരണം നിങ്ങളുടെ ഫേസ്ബുക്ക് മുഴുവൻ ഊള കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ ടൈപ്പ് സെറ്റ് ചെയ്യുന്ന പഴയ കമ്പോസിങ് ആയിരുന്നെങ്കിൽ കിട്ടാതെ ഇത് അടിക്കാൻ പറ്റില്ലായിരുന്നു. നരേന്ദ്രമോദിയും പിണറായിയും പരസ്പരം ഹസ്തദാനം ചെയ്യുകയും നമസ്തേ പറയുകയുമല്ല വേണ്ടത്, അവർ തമ്മിൽ മുണ്ടുപൊക്കി കാണിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ ഏറാമൂളി ഏറ്റുപാടാൻ ഞാനൊരു ഊള സൈബർ പോരാളിയല്ല എന്നാണ് സംഗീത പറയുന്നത്. എത്ര ചിന്തനീയമായ കാര്യമാണ് അവർ പറയുന്നതെന്ന് ആലോചിക്കൂ. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ മറക്കണ്ട, പ്രോട്ടോക്കോൾ ചട്ടങ്ങൾ ഷാൽ എന്നാണ്, മേ എന്നല്ല. എന്താ സതീശ നീ നന്നാവാത്തേ, എന്താടാ മുരളി നീയും കൂടി ഇങ്ങനെ തുടങ്ങുന്നത് എന്ന് സ്വന്തം കൊങ്ങി സംഗീത ലക്ഷ്മൺ എന്നാണ് അവരൊരു പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ ഗുണ്ടാത്തലവൻ, ക്രിമിനലിനെ എന്താ പറയുക, ഹീറോവത്കരിക്കുന്നു ഇവിടുത്തെ മാപ്രകൾ എന്നാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നടു റോഡിലിറങ്ങി പൊതുജീവിതം ദുസ്സഹമാക്കുകയും പൊതു ഇടങ്ങളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും പോലീസ് സേനാംഗങ്ങളുടെ മേൽ കുതിര കയറാനുമൊക്കെ സാധിച്ചെങ്കിൽ അത് ഈ നാട്ടിലെ കോടതികൾക്ക് സ്വന്തം അധികാരത്തെക്കുറിച്ച് ബോധവും ബോധ്യവും ഇല്ലാത്തതുകൊണ്ടാണ് എന്നാണ്
കോൺഗ്രസ്സുകാരിയായ സംഗീത ലക്ഷ്മൺ പറയുന്നത്. ആവശ്യത്തിനും അനാവശ്യത്തിനും അനവസരത്തിലും അവസരത്തിലും സ്വമേധയാ കേസെടുക്കുവാൻ മെനക്കെടുന്ന കോടതി സംവിധാനങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി കോൺഗ്രസ് പ്രവർത്തകർ കാണിച്ചു കൂട്ടുന്ന ഗുണ്ടായുസത്തിൻ്റെയും ആക്രമണ സംഭവങ്ങളുടെയും നേരെ മുഖം തിരിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. കോടതിയോടാണ് ചോദിക്കുന്നത്. എനിക്ക് ജഡ്ജിയാവണ്ട, സംഗീത പറയുകയാണ്, സർക്കാർ വക്കീലുമാകണ്ട. ഇവിടെ സർക്കാർ വക്കീലൊക്കെ ആവാൻ ഓരോരുത്തർ കിടന്നുപെടുന്ന പാട് കണ്ടാൽ എനിക്കറിയാം. ചിലരെയൊക്കെ ഈ പിണറായിയുടെ ഒന്നാം സർക്കാർ വന്നപ്പോഴും അത് രണ്ടാം സർക്കാരായി തുറന്നപ്പോഴും ഈ ഒന്നാം സർക്കാരിലുണ്ടായിരുന്ന സർക്കാർ വക്കീലന്മാർ അത് നിലനിർത്താനായി കിടന്ന് കസർത്ത് കാണിക്കുന്നതും അതിലാരെങ്കിലുമൊക്കെ പറഞ്ഞു വിട്ടിട്ട് നമുക്കൊന്ന് കയറാമൊന്ന് ഇടിച്ചു കയറുന്ന വക്കീലന്മാരെയൊക്കെ എനിക്ക് ഒരുപാട് പേരെ എനിക്ക് പരിചയമുണ്ട്. കയറാൻ പറ്റാതെ പോയ നിരാശ കലർന്ന വർത്തമാനം പറഞ്ഞവരെ എനിക്കറിയാം. മാട്രിമോണിയൽ പരസ്യത്തിലും ഞാനില്ല, ഒരു പദവിയും തേടി പോകാറില്ല, 55 വയസ്സ് കഴിഞ്ഞു, എനിക്കെന്തിന് അസൂയ എന്നാണ് സംഗീത ചോദിക്കുന്നത്. മോഹൻലാലിനോട് ദേഷ്യമോ? ക്രിട്ടിസൈസ് ചെയ്യുന്നത് ദേഷ്യമല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ക്രിട്ടിസൈസ് ചെയ്തോളൂ സംഗീത, പക്ഷേ നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ ഊളപ്രയോഗങ്ങൾ മോഹൻലാലിനെയൊക്കെ പോലുള്ള ഒരു വലിയ നടനെതിരെ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. 2002 മോഹൻലാലിനെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ 22 വർഷം മുമ്പ് ഞാൻ പരിചയപ്പെട്ടു. അന്ന് ഞാൻ ജീവൻ TV-യുടെ ഒരു പ്രോഗ്രാമിൻ്റെ അവതാരകയായിരുന്നു. അപ്പോൾ സംഗീത മോഹൻലാലിനെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരിക്കലും മോഹൻലാൽ പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം കയറി ചോദിച്ചു. താങ്കൾ ഈ തലയിൽ വെച്ചിരിക്കുന്ന വിഗ്ഗാണോ എന്ന് ചോദിച്ചു. മോഹൻലാൽ പെട്ടെന്ന് ഒന്ന് ഡള്ളായി. അദ്ദേഹം പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ തുടർന്നു. പക്ഷേ ആ ചോദ്യത്തോടു കൂടി മോഹൻലാൽ ഒന്ന് മാനസികമായി ഒന്ന് ഡൗൺ ആയിപ്പോയി. ആരെങ്കിലും ചോദിക്കും മോഹൻലാൽ ഡൈയാണ് അല്ല വിഗ്ഗാണ് വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാത്ത. വിഗ് വയ്ക്കാത്തതും പാച്ച് വയ്ക്കാത്തതും ആരുണ്ട്? ഇവിടെ സുരേഷ് ഗോപി പാച്ച് വയ്ക്കുന്നില്ലേ, മമ്മൂട്ടി പാച്ച് വയ്ക്കുന്നില്ല, ഒരുപാടുപ്പെട്ടവരെല്ലാം വയ്ക്കുന്നില്ല. എല്ലാവർക്കും ഫഹദ് ഫാസിലാവാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് മോഹൻലാൽ പോയ ശേഷം സംഗീതയെ വിളിച്ചു. സംഗീത, ആ തലയിൽ വെച്ചിരിക്കുന്ന വിഗ്ഗാണോ എന്ന് ചോദിച്ചില്ലേ, ആ ചോദ്യം ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു, അത് മായ്ക്കണം എന്ന് പറഞ്ഞു. അപ്പം തന്നെ സംഗീതം തർക്കിക്കാനൊന്നും പോയില്ല. 22 വർഷം മുമ്പായിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 32 വയസ്സുള്ളപ്പോൾ 32 വയസ്സുള്ളപ്പോൾ അപ്പോൾ കുറച്ചുകൂടി ചെറുപ്പമല്ലേ, അതുകൊണ്ടായിരിക്കാം. സംഗീത എതിർത്തൊന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞു ശരി ചെയ്തോളാം എന്ന് പറഞ്ഞു. അവർ സ്റ്റുഡിയോയിൽ വിളിച്ച് എഡിറ്ററോട് പറഞ്ഞപ്പോൾ എഡിറ്റർ പറയുന്നത് അത് ഒരു പഞ്ചാണ് നമ്മുടെ പ്രോഗ്രാമിൽ. മോഹൻലാലിൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ തലയിൽ വിഗ് വെച്ചിരിക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു പഞ്ചല്ലേ, അതെങ്ങനെ കട്ട് ചെയ്ത് കളയും എന്ന് ചോദിച്ചു. അപ്പോൾ മോഹൻലാൽ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വിളിച്ചതിനാലാണ് ഞാൻ വന്നത്, അല്ല ജീവൻ TV വിളിച്ചാൽ ഞാൻ വരില്ല, അല്ലെങ്കിൽ സോമതീരം ബേബി മാത്യു വിളിച്ചാലൊന്നും ഞാൻ വരില്ല. നിങ്ങൾ വിളിച്ചതുകൊണ്ടാണ് ഞാൻ വന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ചോദ്യം അതിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞു. കേട്ടപ്പോൾ സംഗീതയ്ക്ക് അത് ന്യായമായി തോന്നി. അങ്ങനെ സംഗീത പോയി പതിവില്ലാതെ ആ പ്രോഗ്രാം എഡിറ്റ് ചെയ്യുന്നിടത്ത് പോയി ഇരുന്നിട്ട് ആ ചോദ്യം എഡിറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അങ്ങനെ പോലും മോഹൻലാലിനോട് നല്ല ബന്ധം സ്ഥാപിച്ചിരുന്ന ആളാണ് ഞാനെന്നവർ പറയുന്നു. അവരായി കാണാൻ പ്രേക്ഷകർക്ക് ആഗ്രഹം കാണില്ലേ എന്നാണ് സംഗീത ചോദിക്കുന്നത്. ഇപ്പോൾ രജനീകാന്ത് നടക്കുന്നത് പോലെ മമ്മൂട്ടി മോഹൻലാലും സുരേഷ് ഗോപിയൊക്കെ നടക്കണമെന്നാണ് ബുദ്ധിമുട്ടായിരിക്കും. നടക്കില്ല. അത് രജനീകാന്തിന് മാത്രം അവകാശപ്പെട്ടാണെന്നേ. നേരെ എന്ന സിനിമ എഴുതിയത് വക്കീലായ ശാന്തി മായാദേവി എന്ന് പറഞ്ഞ ഹൈക്കോടതിയിലെ ഇവരുടെ ഒരു സഹപ്രവർത്തകയാണ്. അഭിഭാഷക സമൂഹത്തിൻ്റെ പ്രതിച്ഛായ മോശമാക്കുന്ന തരത്തിൽ അപകീർത്തികരമായി പറഞ്ഞു എന്ന് പറഞ്ഞ് 18/12/2023 ബാർ കൗൺസിൽ സെക്രട്ടറി സംഗീത മോഹൻ ഒരു കത്തയച്ചു. അവർ പറയുന്നത് ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക്, ഒരു അഭിഭാഷക എന്നുള്ള നിലയ്ക്ക് സിനിമാക്കാരുടെ കൂടെ ചങ്ങാത്തം കൂടി കഥ എഴുതാനും അവരെ കൂടെ ഗൾഫിൽ പറക്കാനും ഒക്കെ പോവേണ്ടവരല്ല അഭിഭാഷക സമൂഹം എന്നാണ് സംഗീത പറയുന്നത്. സംഗീതയുടെ പോയിൻ്റ് ഓഫ് വ്യൂ അത് കറക്റ്റാണ്. മറുവശത്ത് ഇപ്പോൾ സച്ചിയും സേതുവും അടക്കം ഒരുപാട് പേര് വക്കീലന്മാർ സിനിമയിലില്ലേ. അപ്പോൾ അവർ അഭിഭാഷക വൃത്തിയേക്കാൾ ചിലപ്പോൾ സിനിമയായിരിക്കും ആരാധിക്കുന്നത്. പക്ഷെ അത് ശരിയല്ല എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിന് ഈ പറയുന്ന ശാന്തി മായാദേവി എന്ന് പറഞ്ഞ വക്കീൽ ബാർ കൗൺസിലിന് പരാതി കൊടുത്തു. അങ്ങനെ ബാർ കൗൺസിൽ ഇവർക്ക് കത്തയച്ചു. ദേവൻ രാമചന്ദ്രനെയും ശാന്തി മായാദേവിയെയും FB-യിലൂടെ ഫേസ്ബുക്കിലൂടെ മോശമായി അവരെപ്പറ്റി കുറിച്ചു എന്നുള്ളതാണ് ബാർ കൗൺസിൽ കൊടുത്ത കത്തിലെ ഉള്ളടക്കം. ബാർ കൗൺസിലിനെ ഭയക്കുന്നു, അവരുടെ റൂളിൽ വിശ്വസിക്കുന്നു. ഷോക്കോസ് നോട്ടീസ് തരാതെ എന്താണ് ഇവർ കാണിക്കുന്നത് എന്നാണ് സംഗീത ചോദിക്കുന്നത്. അപ്പോൾ ഈ സഹിർ ആൻ്റണി എന്ന് പറഞ്ഞ് 24-ലുണ്ടായിരുന്ന സഹിർ ആൻ്റണിയാണ് ഇവരൊരു അഭിമുഖം നടത്തുന്നതിലാണ് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത്. ഞാൻ ലീഗലി മറുപടി പറയാം, തെളിവുണ്ട് എല്ലാത്തിനും എന്നാണ് സംഗീത പറയുന്നത്. എനിക്കെന്തിന് അസൂയ
സംഗീതം എന്നും ഒരിക്കലും ഒരു അസൂയക്കാരിയൊന്നുമല്ല. അതവരുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ അറിയാം. അവർക്ക് ഒരാളോടും അസൂയയില്ല. അവരവരുടേതായ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ഒരു അഭിഭാഷക അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ്. അവർക്ക് അങ്ങനെയൊന്നും ഉണ്ടാവാൻ വഴിയില്ല. എങ്ങനെ വേണേലും അഴിഞ്ഞാടി നടന്നോ, പൈസയും ഭാര്യയും സ്നേഹിക്കാൻ എയർപോർട്ടിൽ വന്ന് നിൽക്കാൻ ഭർത്താവ് ഇല്ലാഞ്ഞിട്ടാണോ എനിക്ക് അസൂയ എന്നാണ് അവർ ചോദിക്കുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും അഴിഞ്ഞാടി നടന്ന് സിനിമാക്കാരുടെ കൂടെ ഗൾഫിലൊക്കെ പോയിട്ട് എയർപോർട്ടിൽ വരുമ്പോൾ എന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ എനിക്ക് ഭർത്താവില്ല എന്നുള്ളതുകൊണ്ടാണോ എനിക്ക് അസൂയ എന്നാണ് അവർ ചോദിക്കുന്നത്. എനിക്കെന്തിനാ അസൂയ? ഞാനൊരു വക്കീലാണ് എന്ന് അവർ അഭിമാനത്തോടെ പറയുന്നു. എൻ്റെ കൂത്താട്ടത്തിനും അവർ തന്നെ പറയുന്നു, ഞാൻ കൂത്താടി നടക്കുന്ന ആളെന്ന് അവർ തന്നെ പറയുന്നു. എൻ്റെ കൂത്താട്ടത്തിനും ജീവിക്കാനും സ്വന്തമായി ഓഫീസുമുള്ള എനിക്ക് നല്ലതിനെ നല്ലതെന്ന് പറയാനറിയാം. ആഡംബരത്തോടെ ജീവിക്കുന്ന ആളാണ് ഞാൻ. മറുപുറങ്ങൾ അറിയിക്കും. ആരുടെ കാര്യത്തിലായാലും അതിലൊരു മറുപുറം ഉണ്ടെങ്കിൽ ഞാനത് അറിയിക്കുമെന്നാണ് അവർ പറയുന്നത്. അല്ലാതെ എനിക്ക് കൂത്താടി നടക്കാനും അവർ തന്നെ പറയും. ഞാൻ നന്നായിട്ട് ഒരു കാലത്ത് മദ്യപിച്ചിരുന്നു എന്ന് അവർ തന്നെ പറയുന്നു. അതുപോലെ തന്നെ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ അവരുടെ ഒരു ഫേസ്ബുക്ക് വായിച്ചപ്പോൾ ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥൻ എനിക്കെന്തിന്, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റാത്ത ഒരു ഭർത്താവിന് എനിക്ക് ആവശ്യമില്ല. എനിക്ക് എൻ്റെ ശരീരം ആവശ്യപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള ഒരാളിനുമായിട്ട് വിളിച്ച് 1-2 ദിവസം ഞങ്ങൾ സൗഹൃദം പങ്കിട്ടിട്ട് ഞാൻ അപ്പം അവനെ കട്ട് ചെയ്ത് വിടും എന്നാണ് അവർ പറയുന്നത്. അല്ലാതെ ഞാൻ ഒരുത്തനെയും സ്നേഹിക്കാനും പ്രേമിക്കാനും കൂടെ കൊണ്ടു നടക്കാനൊന്നും പോകില്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വായിച്ചപ്പോഴും എനിക്ക് ഭയങ്കര അതിശയം തോന്നി. അയ്യോ, ഇത് ഇങ്ങനെ കേരളത്തിൽ ഇത്രയും ചങ്കൂറ്റുള്ളൊരു സ്ത്രീ ഉണ്ടോ എന്ന് എനിക്ക് തോന്നി. ബാർ കൗൺസിൽ അവസാന വാക്കല്ല. ബാർ കൗൺസിൽ ഇന്ത്യ പറയട്ടെ. അവസാന വാക്ക് അവരാണ് പറയേണ്ടതെന്നാണ് ഇവർ പറയുന്നത്. ഇനി ബാർ കൗൺസിൽ അച്ചടക്ക നടപടിയെടുത്ത് എൻ്റെ വക്കീൽ കുപ്പായം ഊരി വയ്ക്കേണ്ടി വന്നാൽ ജോലി ചെയ്ത് ജീവിക്കാനും എനിക്കറിയാം എന്നാണ്. ഞാനിതിലൊന്നും പേടിക്കില്ല എന്ന് അവർ പറയുന്നത്. അവർ അങ്ങനെ ഒരു വലിയ കമ്പനിയുടെ എന്തെങ്കിലും PRO അതുപോലുള്ള എന്തെങ്കിലും ആയി ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്. അന്തസ്സായിട്ട് ജീവിക്കാൻ അവർക്കറിയാം. 2020 ഞാൻ ഇവൾക്കെതിരെ നടപടിയെടുക്കാൻ കൊടുത്തതിന് എന്ത് നടപടിയെടുത്തു എന്നാണ് ബാർ കൗൺസിലിനോട് സംഗീത ലക്ഷ്മൺ ചോദിക്കുന്നത്. ഞാൻ കരയുന്നില്ല എന്ന് നിങ്ങൾ കരുതുന്നത് എനിക്ക് മനസ്സിലാവും. ഞാൻ കരയുന്നില്ല എന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നു. ഭയങ്കര ചങ്കൂറ്റമുള്ള ഇരട്ട ചങ്കുള്ളൊരു സ്ത്രീയാണ്. ആരെയും വകവയ്ക്കാത്ത സ്ത്രീയാണ്. IG ആയിരുന്ന എൻ്റെ അച്ഛനെ പോലും പുല്ലുപോലെ എന്താ പറയുക തള്ളിക്കളഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ആളാണ് ഞാൻ. IAS കാരനായ സുരേഷിനെ മുൻ ഭർത്താവിനെ പോലും ഞാൻ വകവച്ചിട്ടില്ല എന്നുള്ള ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ഇമേജ്. പക്ഷേ ഞാൻ കരയുകയില്ല എന്ന് നിങ്ങൾ കരുതുന്നത് എനിക്ക് മനസ്സിലാവും. ഞാൻ കരയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതും എനിക്ക് മനസ്സിലാവും. എന്നാൽ നിങ്ങൾ കാണുക ഞാൻ കരയേണ്ടതുണ്ട് എന്ന് നിങ്ങൾ വാശി പിടിച്ചതാണ്. നമുക്ക് പരസ്പരം പൊരുത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. എളുപ്പമായിരുന്നില്ല അത്. കരഞ്ഞിരുന്നതും കരയാഞ്ഞതൊക്കെയും ഉതിർന്നു വീണത് കണ്ണുനീരായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. കരഞ്ഞിരുന്നതും കരഞ്ഞതൊക്കെയും ഉതിർന്നു വീണത് കണ്ണീരായിരുന്നില്ല, അത് ചോരയായിരുന്നു എന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും എനിക്ക് അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് പാവം തോന്നി ആ വക്കീലിനോട്. ഒരു എന്താ പറയുക, ഒരു മനസ്സമാധാനത്തിലുള്ള സ്വന്തം ഐഡൻറ്റിറ്റി ജീവിക്കുന്നവർക്കൊക്കെ പറ്റുന്നൊരു കുഴപ്പമാണ്. മനസ്സമാധാനത്തിലുള്ള ഒരു കുടുംബജീവിതം, ഭാര്യ, ഭർത്താവ്, മക്കൾ, അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്തോ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. നെഞ്ചിനുള്ളിൽ നിന്ന് പൊടിഞ്ഞ ചോരത്തുള്ളികളും ഒന്നും നിങ്ങൾ കാണേണ്ടതില്ല. എൻ്റെ നെഞ്ചിൽ നിന്ന് ചോരത്തുള്ളികൾ പൊടിഞ്ഞോ എന്നുള്ളതൊന്നും നിങ്ങൾ കാണേണ്ട കാര്യമില്ല. എന്നാൽ എൻ്റെ വാശി കൂടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എൻ്റെ കരച്ചിൽ കാണാൻ പറ്റാത്തതെന്നാണ് അവർ പറയുന്നത്. നമുക്ക് പൊരുത്തപ്പെടേണ്ടിയിരിക്കുന്നതിന് അതും എളുപ്പമായിരുന്നില്ല ഒട്ടും തന്നെ എന്നവർ പറയുന്നു. നമുക്ക്, നിങ്ങൾക്ക്, എനിക്ക് ഒക്കെ അതൊരു പൊരുത്തമായിരുന്നില്ല എന്നവർ പറയുന്നു. നേരെ എന്ന സിനിമയിലെ ഇമോഷണൽ സീൻസ് 1995 പുറത്തിറങ്ങിയ അമേരിക്കൻ TV ത്രില്ലർ സിനിമയുടെ കോപ്പിയടി എന്നാണ് അവർ അതിൻ്റെ ഡീറ്റെയിൽ അടക്കം പറയുന്നത്. നേരെ എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ സിനിമയുടെ ഇമോഷണൽ സീൻസ് മുഴുവൻ 1995 പുറത്തിറങ്ങിയ അമേരിക്കൻ TV ത്രില്ലർ സിനിമയുടെ കോപ്പിയടിയാണ്. ജിത്തു ജോസഫിൻ്റെയും ശാന്താമായ ദേവിയെയും അറഞ്ചം പുറഞ്ചമാണ് അവർ ശരിയാക്കി കളഞ്ഞത്. പച്ചയ്ക്ക് പറഞ്ഞു. കാരണം ഈ ശാന്താമായ ദേവിയുടെ ആണല്ലോ അതിൻ്റെ കഥ. ജിത്തുവാണ് സംവിധാനം. അപ്പോൾ അത് എവിടെ നിന്നാണ് നിങ്ങൾ ചുരണ്ടിയതെന്നുള്ള വ്യക്തമായിട്ട് അവർ പറഞ്ഞു. അതിൽ മോഹൻലാലിന് എന്ത് റോള് എന്നാണ് എനിക്ക് സംഗീതയോട് ചോദിക്കാനുള്ളത്. സംഗീതം ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിനാമി എന്ന് പറയുന്നു, അദ്ദേഹത്തിൻ്റെ നിർമ്മാതാവ്, അദ്ദേഹത്തിൻ്റെ പൈസയാണ് സിനിമയ്ക്ക് മുടക്കുന്നത്, അതെന്തോ ആവട്ടെ. പക്ഷേ ആൻ്റണി പെരുമ്പാവൂരാണ് ആ പടത്തിൻ്റെ നിർമ്മാതാവ്. ജിത്തു ജോസഫ് ആണെങ്കിൽ ഇപ്പോൾ ദൃശ്യമടക്കം എത്രയോ സിനിമകൾ ചെയ്തു മോഹൻലാലിനെ വെച്ച്. അപ്പോൾ അയാൾ വന്ന് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇങ്ങനൊരു കഥയാണെന്ന് പറയുമ്പോൾ
ഒരിക്കലും മോഹൻലാൽ ചോദിക്കില്ല ജിത്തു ജോസഫ് ഇത് എവിടെ നിന്നാണ് ചുരണ്ടിയത് എന്ന് ചോദിക്കുമോ? ചോദിക്കില്ല. ചിലപ്പോൾ ജിത്തു ജോസഫ് പറഞ്ഞിരിക്കാം, എനിക്കിതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് ശാന്തമായ ദേവി എന്ന് പറയുന്ന വക്കീൽ എന്നോട് പറഞ്ഞ ഒരു അമേരിക്കൻ ടെലിവിഷൻ പ്രോഗ്രാമിൽ നിന്നാണെന്ന് പറഞ്ഞോ എന്നെനിക്കറിയില്ല. അങ്ങനെ അത് എടുക്കരുത് എന്ന് പറയേണ്ട കാര്യം മോഹൻലാലിന് ഇല്ല എന്ന് സംഗീത ലക്ഷ്മണൻ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാൻ. മലയാളത്തിൽ നമ്മൾ ബഹുമാനത്തോടെ കാണുന്ന എത്രയോ തിരക്കഥാകൃത്തുകൾ, വമ്പന്മാർ, എവിടുന്നല്ല മലയാളത്തിൽ നിന്ന് തന്നെ മലയാളത്തിൽ മോഷ്ടിച്ച എത്രയോ പേര് ഇവിടെ വലിയ തിരക്കഥാകൃത്തുകളായി നിൽക്കുന്നു. മലയാള സിനിമയെ തന്നെ ഒരു കാലത്തിറങ്ങിയ സൂപ്പർ ഹിറ്റായ മലയാള സിനിമയെ തന്നെ മലയാളത്തിൽ മോഷ്ടിച്ചവരുണ്ട്. മലയാള സിനിമയ്ക്ക് വേണ്ടി തമിഴിൽ നിന്നും ഹിന്ദിയിൽ നിന്നും തെലുങ്കിൽ നിന്നും ഒക്കെ മോഷ്ടിച്ചവരുണ്ട്. അല്ലെങ്കിൽ വിദേശ കാസറ്റുകൾ ഇറങ്ങിയിരുന്ന കാലത്ത്, ഇപ്പോൾ അല്ലേ എല്ലാം നമ്മളെ വിരൽത്തുമ്പിൽ വരുന്നത്, കാസറ്റുകൾ ഇറങ്ങിയിരുന്ന കാലത്ത് അടിച്ചു മാറ്റിയവരുണ്ട്. അല്ലെങ്കിൽ വിദേശത്തു നിന്ന് ആരെങ്കിലും സുഹൃത്തുക്കൾ അയച്ചു കൊടുക്കുന്ന പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിൽ നിന്ന് ചുരണ്ടിയ എത്രയോ പ്രഗത്ഭരുണ്ട്, എത്രയോ സിനിമകളുണ്ട്, എത്രയോ സിനിമകൾ നമ്മുടെ കയ്യിലൊന്നും നിൽക്കില്ല. സംഗീതം ഒരു 100 സിനിമകളുടെ പേരെങ്കിലും എനിക്ക് പറയേണ്ടി വരും. അപ്പോൾ അത് ഒരു ജിത്തു ജോസഫോ ഒരു ശാന്തമായ ദേവിയോ ഒരു മോഹൻലാലോ അല്ല, ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന അല്ലല്ലോ. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന സിനിമയിൽ മോഹൻലാൽ അതിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ക്യാരക്ടർ ഇതാണ്, കഥ ഇതാണെന്ന് പറയുമ്പോൾ ഇത് എവിടെന്നെങ്കിലും നിങ്ങൾ ചുരണ്ടിയാണെന്ന് അദ്ദേഹം ചോദിക്കേണ്ട കാര്യമില്ല. അത് ഇനിയെങ്കിലും സംഗീതം മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സിനിമ റിലീസിന് ശേഷമുള്ള റിവ്യൂ നിയന്ത്രിക്കുകയല്ല വേണ്ടത്. അതെനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു സംഗീതയുടെ ആ വർത്തമാനം. സിനിമ റിലീസിന് ശേഷമുള്ള റിവ്യൂ അല്ല നിയന്ത്രിക്കേണ്ടത്, റിലീസിന് മുമ്പുള്ള പ്രൊമോഷൻ എന്ന പേരിൽ പ്രമാണിമാർ അല്ലെങ്കിൽ പ്രമാണിച്ചികൾ കാട്ടുന്ന പേക്കൂത്തുകളാണ് നിയന്ത്രിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. 100% ഞാൻ സംഗീതയോടൊപ്പം നിൽക്കുന്നത് ആ കാര്യത്തിൽ കൂടെ നിൽക്കും. കാരണം ഈ പ്രൊമോഷൻ എന്ന് പറഞ്ഞ് ഈ മാപ്രകളെ വിളിച്ച് കൂട്ടി ഒരു 10-250 ക്യാമറയും 10-250 ആരാധകരെ പോലെയുള്ള ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റിനെ പോലുള്ള പത്രക്കാരെയും വിളിച്ചിരുത്തിയിട്ട് പൊട്ട പടങ്ങളെ വരെ അല്ലെങ്കിൽ ഇതുപോലെ ചുരണ്ടിയ പടങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അടിക്കുന്ന വാചകങ്ങൾ വേണം കേൾക്കാൻ. ശരിക്കും നിയന്ത്രിക്കേണ്ടത് സംഗീതം പറഞ്ഞ പോലെ അവരെ തന്നെയാണ്. തെറ്റ് കാണിച്ച വിനായകനെ സോഷ്യൽ മീഡിയയിലിട്ട് അലക്കാം എന്നാണെങ്കിൽ മോഹൻലാലിനോട് കോപ്പി അടിച്ചു പറ്റിച്ചതിനെപ്പറ്റി കാരണം തിരക്കണ്ടേ? വിനായകനെ എന്താ പറയുക പത്രക്കാരുടെ മുന്നിലിട്ട് അലക്കിയെങ്കിൽ അത് ഇതിനല്ലല്ലോ. ഒരു പത്രലേഖിയായ ഒരു പെൺകുട്ടിയോട് അല്പം അതിര് കടന്ന വർത്തമാനം പറഞ്ഞതിനോ അല്ലെങ്കിൽ അതുപോലെ പ്രകോപനമുണ്ടാക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞതിനോ ആണല്ലോ വിനായകനെ അലക്കിയത്. പക്ഷെ അങ്ങനെയൊന്നും കൊന്നുകളഞ്ഞ മോഹൻലാൽ ഇങ്ങനെ വല്ലതും പറയുമോ? പറയില്ല. അതിപ്പോൾ എന്താ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചഴിഞ്ഞിരിക്കുക. അല്ലാതെ മോഹൻലാൽ അങ്ങനെ വിനായകനെ പോലെ കയറി എന്താ പറയുക മാപ്രകളോട് ഉടക്കുന്ന ആളല്ലല്ലോ. അപ്പോൾ പക്ഷേ അത് സംഗീതയ്ക്ക് പറ്റിയ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ പറയും. തെറ്റ് കാണിച്ച വിനായകനെ തെറ്റ് കാണിച്ച എന്ന് അംഗീകരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലിട്ട് അലക്കാം എന്നാണെങ്കിൽ മോഹൻലാലിനോട് കോപ്പി അടിച്ച് പറ്റിച്ചതിൻ്റെ കാരണം തിരക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത്. കഥ മോഷ്ടിച്ചതാണെങ്കിൽ ചുരണ്ടിയതാണെങ്കിൽ സംവിധായകനോടും തിരക്കഥാകൃത്തിനോടും കഥാകാരനോടും അല്ലേ ചോദിക്കേണ്ടത് എന്നാണ് എനിക്ക് സംഗീതയോട് പറയാനുള്ളത്. അങ്ങനെ കാണാവൂ സംഗീത. അതുപോലെ അടുത്ത രസകരമായ കാര്യം കേട്ടോളൂ. വിവാഹ മംഗളകർമ്മം കഴിഞ്ഞ് പന്തലിൽ നിന്ന് താഴേക്കിറങ്ങിയ നരേന്ദ്രമോദിയെ കൊണ്ടു നടന്ന് സുരേഷ് ഗോപി ഇത് മമ്മൂക്ക ഇത് മോഹൻലാൽ എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഞാൻ കണ്ടു. വീഡിയോ നമ്മളെല്ലാം കണ്ടതാണല്ലോ. ആ കാഴ്ച സത്യമാണെങ്കിൽ സുരേഷ് ഗോപി പരിചയപ്പെടുത്തുമ്പോഴാണോ മോഡിക്ക് നമ്മുടെ മമ്മൂക്കയെയും ലാലേട്ടനെയും അറിയുന്നത്? അപ്പോൾ ഈ മോഹൻലാലിനെ തെറി വിളിച്ച അതേ വാഗുകൊണ്ട് തന്നെ സംഗീതം വിളിക്കുകയാണ് ലാലേട്ടനെന്ന്. അവരുടെ മനസ്സിൽ കളങ്കമില്ല, അതാണ് പ്രശ്നം. ആ കാഴ്ച സത്യമാണെങ്കിൽ സുരേഷ് ഗോപി പരിചയപ്പെടുത്തുമ്പോഴാണോ മോഡിക്ക് നമ്മുടെ മമ്മൂക്കാനെയും ലാലേട്ടനെയും അറിയുന്നത്? നമ്മുടെ മമ്മൂക്കാനെയും ലാലേട്ടനെയും അറിയാത്തവനാണോ നമ്മുടെ രാജ്യം ഭരിക്കുന്നത്? നരേന്ദ്രമോദി ആദ്യം പോയി ഞങ്ങളുടെ മമ്മൂക്കയെയും മോഹൻലാലിനെയും ലാലേട്ടനെയും ആരാണെന്ന് പഠിക്ക്. അത് കഴിഞ്ഞ് മമ്മൂക്കയും ലാലേട്ടനും ഞങ്ങൾക്ക് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വാ. BJPക്ക് ഈ നാട്ടിൽ എന്തെങ്കിലും വില കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതാണ്. സുരേഷ് ഗോപി കാണിച്ചാലൊന്നും സുരേഷ് ഗോപിയെ കാണിച്ചാലൊന്നും ഈ നാട് കുലുങ്ങില്ല, മയങ്ങില്ല. അതായത് മമ്മൂട്ടി മോഹൻലാലിൻ്റെയും പ്രഭാവം സുരേഷ് ഗോപിക്ക് ഇല്ല എന്നാണ് സംഗീതം പറയുന്നത്. അപ്പൻ്റെ ചെയ്തികളും കെട്ടിയോൻ്റെ കയ്യിലിരിപ്പും ബാധ്യതയാവാത്ത ഒരു ജീവിതം ജീവിക്കാനാകട്ടെ എന്ന് ആ കല്യാണം കഴിഞ്ഞ സമയത്തിൻ്റെ പോസ്റ്റിൽ പറയുകയാണ്. മേ ഗോഡ് ബ്ലസ് യു മോൾ എന്ന് പറഞ്ഞാൽ, അതായത് സുരേഷ് ഗോപിയുടെ മകളെ ഭാഗ്യയെ മോളെന്നാണ് ആത്മാർത്ഥമായി അവർ വിളിക്കുന്നത്. അവർ പറയുന്നത് അപ്പൻ്റെ ചെയ്തികളും കെട്ടിയോൻ്റെ കയ്യിലിരിപ്പും ബാധ്യതയാവാത്ത ഒരു ജീവിതം ജീവിക്കാനാവട്ടെ എന്നാണ്
ഭാഗ്യയ്ക്ക് സംഗീത ലക്ഷ്മൺ നേരുന്ന പ്രാർത്ഥന, മേ ഗോഡ് ബ്ലെസ് യു മോളു എന്ന് പറഞ്ഞാണ് അവർ ആ കുട്ടിയെ അനുഗ്രഹിക്കുന്നത് അവസാനിപ്പിച്ചത്. നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താ പറയുക, നമ്മൾ പറയാൻ വന്ന വിഷയത്തിൻ്റെ അടുത്തെത്തിയിട്ട് പോലും ഇല്ല. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ഒരുപാട് നീണ്ടുപോയി. സംഗീത ലക്ഷ്മൺ എന്ന് പറഞ്ഞ എന്താ പറയുക ബോൾഡായ വക്കീലിനെ കുറിച്ച് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് നീളം കൂടും എന്നുള്ളതുകൊണ്ട് ഇത് 2 ഭാഗമായിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ഈ 1-ാം ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മൾ എന്താണോ പറയാൻ വന്നത്, പൃഥ്വിരാജിനെക്കുറിച്ച്, മല്ലിക ചേച്ചിയെക്കുറിച്ച്, RLV രാമകൃഷ്ണനെക്കുറിച്ചൊക്കെ സംഗീത ലക്ഷ്മൺ പറഞ്ഞ ഭാഗം 2-ാം ഭാഗമായി ഇതിൻ്റെ തൊട്ട് പിന്നാലെ നിങ്ങൾക്ക് കാണാം. നന്ദി, നമസ്കാരം.